നമസ്തേ. പുത്തൻ പുലരെ ആരംഭിക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നിരവധി വാർത്തകൾ ഒന്നിന് പിന്നാലെ ഒന്നായി ഇങ്ങനെ നിരനിരയായി നിൽപ്പുണ്ട്. അതിന് മുന്നോടിയായി തുടക്കത്തിൽ പറയാനുള്ളത് കുറച്ച് ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തകൾ വരുന്നത് പശ്ചിമ ബംഗാളിൽ നിന്ന് തന്നെയാണ്. അവിടെ ഇപ്പോഴും അശാന്തി തുടരുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിക്കുന്നുണ്ട്. മുർഷിദാബാദ് അശാന്തം എപ്രകാരമായിരുന്നു എന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അവിടേക്ക് മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം. മറ്റ് ജില്ലകളിലേക്ക് കൂടി അവിടെ കലാപം വ്യാപിക്കുന്ന ഒരു കാഴ്ച, അതിന് ബംഗാൾ സർക്കാരും പോലീസും നിഷ്ക്രിയരായി നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ടോ എന്ന വിമർശനവും വരുന്നു. എന്തായാലും കേരളത്തിൽ നിന്നുള്ള വാർത്തകളും നിരവധിയാണ്. വിശദാംശങ്ങളിലേക്ക് എത്താം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. തഹാവൂർ ഹുസൈൻ റാണയുടെ മലയാളി ബന്ധങ്ങൾ തേടി NIA. തെളിവെടുപ്പിന് എത്തിക്കുന്നതിന് മുൻപ് കൊച്ചിയിൽ പ്രത്യേക സംഘമെത്തും. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ കേരളത്തിലെത്തിയത് 2008 നവംബറിൽ. വഖഫ് ഭേദഗതി നിയമത്തിന്റെ പേരിൽ ബംഗാൾ അശാന്തിയിൽ തന്നെ. മുർഷിദാബാദിന് പിന്നാലെ ജിഹാദികളുടെ കലാപഭൂമിയായി സൗത്ത് 24 പർഗാനാസ്. സൈന്യവിന്യാസം ശക്തമാക്കി കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാരിന് കടപ്പാട് അറിയിച്ച മുനമ്പത്ത് ഇന്ന് വൈകിട്ട് ബഹുജന കൂട്ടായ്മ. നന്ദി മോദി പരിപാടിയുടെ ഉദ്ഘാടകൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജു. വഖഫ് നിയമ ഭേദഗതി നിയമത്തിൽ UDF-ൽ ഭിന്നത. നാളെ കോഴിക്കോട് സ്വന്തം നിലയിൽ വഖഫ് സംരക്ഷണ മഹാറാലി നടത്താൻ മുസ്ലിം ലീഗ്. PNB തട്ടിപ്പ് കേസിലെ പ്രതി മെഹുൽ ചോക്സിയെ ഭാരതത്തിലെത്തിക്കാൻ നടപടികൾ ശക്തമാക്കി കേന്ദ്ര സർക്കാർ. CBI ED ഉദ്യോഗസ്ഥർ ബെൽജിയത്തിലേക്ക്. രോഗബാധിതനായ തനിക്ക് യാത്ര ചെയ്യാനാവില്ലെന്ന് തടസ്സ ഹർജിയുമായി ചോക്സി. സംസ്ഥാനത്ത് IAS തലപ്പത്തെ പോര് മുറുകുന്നു. മേലുദ്യോഗസ്ഥനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചതിനെ തുടർന്നുള്ള വിവാദങ്ങളിൽ ചീഫ് സെക്രട്ടറി MEN പ്രശാന്തും നേർക്കുനേർ. സമൂഹ മാധ്യമങ്ങളിലെ തുറന്ന പോര് നാളെ വൈകിട്ട് ഹിയറിംഗ് നടക്കാനിരിക്കെ. തൊടുപുഴയിൽ വളർത്തുനായയ്ക്ക് ഉടമയുടെ ക്രൂരമർദ്ദനം. അനുസരിക്കാത്ത നായയെ ശരീരമാകെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് തെരുവിൽ ഉപേക്ഷിച്ചു. ചികിത്സ നൽകി ആനിമൽ റെസ്ക്യൂ ടീം. ഉടമയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. IPL-ൽ ലക്നൌവിനെ തകർത്ത് ചെന്നൈ. ധോണിയുടെ ബാറ്റിംഗ് കരുത്തിൽ നേടിയത് 5 വിക്കറ്റ് വിജയം. ഇന്ന് പഞ്ചാബ് കൊൽക്കത്ത പോരാട്ടം. അതുപോലെ നമുക്ക് ശബരിമലയിൽ നിന്ന് തന്നെ ആരംഭിക്കാം. വിഷുദിനത്തിൽ കഴിഞ്ഞ ദിവസം ദർശനം നടത്തിയത് 1.5 ലക്ഷത്തിനടുത്ത് ഭക്തരാണ്. 46,878 ഭക്തർ ഇന്നലെ ശബരീഷിനെ കാണാനെത്തിയിരുന്നു. ഇന്ന് പുലർച്ചെയും സന്നിധാനത്ത് ഭക്തജന തിരക്കുണ്ട്. മേടമാസ പൂജകൾക്കായി ഇനി 3 ദിവസം കൂടിയാണ് നട തുറന്നിരിക്കുക. 18-ാം തീയതി രാത്രി 10-ന് പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കും. മിഥുൻ മുരളി ചേരുകയാണ് അവിടെ നിന്നും. മിഥുൻ, ഇന്ന് രാവിലത്തെ കാഴ്ചകൾ എന്തൊക്കെ? അനു, 1.5 ലക്ഷത്തോളം ഭക്തജനങ്ങളാണ് ഇന്നലെ വിഷുദിനത്തിൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നേടി മലയിറങ്ങിയത്. 46,878 ഭക്തജനങ്ങൾ ഇന്നലെ ദർശനം നടത്തി എന്നുള്ളതാണ് ഏകദേശമായി നമുക്ക് ലഭ്യമായ വിവരം. ഇത് കൃത്യമായ കണക്കല്ല. വെർച്വൽ ക്യൂ രാത്രിയിൽ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളുടെ എണ്ണം ഇതിനോടൊപ്പം ചേർക്കാറുണ്ട്. ഒപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗിൽ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളുടെ 1% കണക്ക് ഇതിനോടൊപ്പം ചേർക്കാനുണ്ട്. അങ്ങനെയെങ്കിൽ 1.5 ലക്ഷത്തിന് മുകളിൽ ഭക്തജനങ്ങൾ ഇന്നലെ ദർശനത്തിന് എത്തിയിട്ടുണ്ട്. ഇന്നലെ മുഴുവൻ സമയവും സന്നിധാനവും പരിസരവുമെല്ലാം ഭക്തജന സഞ്ചയമായിരുന്നു. ഭക്തജനങ്ങളുടെ വലിയ കൂട്ടമായിരുന്നു എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരുന്നത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ഇന്നലത്തെ സന്നിധാനത്തെ ഭക്തജന തിരക്ക്. ഇന്നും രാവിലെ ഭക്തജന തിരക്ക് ഇന്നലത്തേതിന് സമാനമായി തന്നെ സന്നിധാനത്ത് തുടരുന്നുണ്ട്. പക്ഷേ വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഭക്തജന തിരക്ക് കുറയുന്നതിനുള്ള സാധ്യതയും നടപ്പന്തലും മറ്റും നമ്മൾ പരിശോധിക്കുമ്പോൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുമുണ്ട്. രാവിലെ തിരക്കുണ്ട്. രാവിലെ ഫ്ലൈ ഓവറും മറ്റു ഭാഗങ്ങളുമെല്ലാം നടപ്പന്തലുമെല്ലാം ഭക്തജനങ്ങളാൽ നിറഞ്ഞിട്ടുണ്ട്. ഇന്ന് പതിവ് പോലെ 5 മണിക്ക് നട തുറന്ന് പതിവ് പൂജകൾ പൂർത്തിയാക്കി
നൽകി. ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചപൂജയോടുകൂടി നടയടയ്ക്കും. വൈകിട്ട് 4 മണിക്ക് നട തുറക്കും. 6:30 ദീപാരാധന, 7 മണിക്ക് പടിപൂജ, രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. ഇന്നലെ മാളികപ്പുറങ്ങളും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളും കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും എല്ലാം കൂടുതലായി സന്നിധാനത്തേക്ക് വിഷു ദർശനത്തിന് വേണ്ടി എത്തി. ഇന്നും സമാനമായി തന്നെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് കൂടുതലായി ഉണ്ട്. 10-ാം തീയതിക്ക് ശേഷം അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായത്. 10-ാം തീയതിക്ക് മുൻപ് വരെ മലയാളികളായിരുന്നു കൂടുതലായി എത്തിയതെങ്കിൽ 10-ന് ശേഷം കഴിഞ്ഞ 4 ദിവസങ്ങളിലായിട്ട് കർണാടക, ആന്ധ്ര, തമിഴ്നാട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവ്. അതോടൊപ്പം തന്നെ മാളികപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും ധാരാളമായി എത്തുന്നു എന്നുള്ള പ്രത്യേകതയും ഈ ദിവസങ്ങളിലുണ്ട്. വേനലവധിയൊക്കെ ആയതുകൊണ്ട് കുഞ്ഞു അയ്യപ്പന്മാർ ധാരാളമായി എത്തുന്ന കാഴ്ചയാണ് സന്നിധാനത്ത് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഫ്ലൈ ഓവറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഫ്ലൈ ഓവർ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസമായിട്ടും ഈ കാഴ്ച തന്നെയാണ്. രാവിലെ ഒരു 5 മണിക്ക് നട തുറക്കുമ്പോൾ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള നടയടയ്ക്കുന്ന സമയം അത്രയും നമുക്ക് ഫ്ലൈ ഓവറിൽ നിന്നും കാണാൻ കഴിയുക. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് സന്നിധാനം എങ്ങനെയാണോ അതിന് സമാനമായ കാഴ്ച തന്നെയാണ് ഫ്ലൈ ഓവറിൽ നിന്നും ഈ ദിവസങ്ങളിൽ 10-ാം തീയതിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ കാണാൻ കഴിയുന്നത്. നേരിട്ടുള്ള ദർശന ക്രമീകരണം 10-ാം തീയതി വരെ ഉണ്ടായിരുന്നുവെങ്കിൽ 10-ന് ശേഷമുള്ള കഴിഞ്ഞ 4 ദിവസങ്ങളിലായിട്ട് ഫ്ലൈ ഓവർ ഉപയോഗിച്ചുകൊണ്ട് ദർശനം ക്രമീകരിച്ചിരിക്കുകയാണ്. അത്രയും ഭക്തജനങ്ങളാണ് എത്തുന്നത്. സന്നിധാനത്തിന്റെ വിവിധ മേഖലകളിൽ ഭക്തജനങ്ങൾ വലിയ കൂട്ടമായി തമ്പടിക്കുന്നു എന്നുള്ള പ്രത്യേകതകളെയും ഈ ദിവസങ്ങളിൽ ഉണ്ട്. അന്നദാന മണ്ഡപത്തിന് സമീപമുള്ള ഭാഗങ്ങൾ, മാളികപ്പുറത്തിന് സമീപത്തുള്ള ഭാഗങ്ങൾ, അരവണ കൗണ്ടറിന് മുൻപിലുള്ള ഭാഗങ്ങൾ, ഇവിടെയെല്ലാം ഭക്തജന സഞ്ചയമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയ ഭക്തജനങ്ങൾ വിഷു ദർശനമെല്ലാം പൂർത്തിയാക്കി രാത്രിയോടുകൂടിയാണ് മലയിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇന്നലെ വലിയ തിരക്ക്, മുഴുവൻ സമയവും വലിയ തിരക്കായിരുന്നു സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. ഇന്ന് രാവിലെ നടപ്പന്തലിന് സമീപത്തേക്കുള്ള മുൻപുള്ള ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ വലിയ തിരക്ക് അങ്ങനെ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ഇന്നൊരു പക്ഷേ തിരക്ക് കുറയാനുള്ള അല്ലെങ്കിൽ ശരാശരിക്ക് താഴേക്ക് തിരക്ക് പോകുന്നതിനുള്ള ഒരു സാധ്യത വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ തിരക്കുള്ള ദിവസങ്ങളാണ് 10-ാം തീയതിക്ക് ശേഷം ഇന്നലെ വരെ ഉണ്ടായത്. വിഷുവിൻ്റെയും തിരുവുത്സവത്തിൻ്റെയും എല്ലാം തിരുപ്രഭയിൽ തന്നെയാണ് ഈ 18 ദിവസവും സന്നിധാനം ഉള്ളത്. ഏപ്രിൽ 1-ാം തീയതി നട തുറന്ന് 18 ദിവസം നട തുറന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു മിനി തീർത്ഥാടന കാലം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞു പോയ ദിവസങ്ങൾ. ഇനി 3 ദിവസം മാത്രമാണ് ഭക്തജനങ്ങൾക്ക് ദർശനം നടത്തുന്നതിനുള്ള സൗകര്യം ഈ ദിവസങ്ങളിൽ ഉള്ളത്. 18-ാം തീയതി രാത്രി മേടമാസ വിഷു പൂജകളെല്ലാം പൂർത്തിയാക്കി ശബരിമല നട അടയ്ക്കും. ഇനി 7:30യോടുകൂടി ഉഷപൂജയുണ്ട്. ഉഷപൂജയുടെ സമയത്ത് ഭക്തജനങ്ങൾക്ക് ദർശന സൗകര്യം ഉണ്ടാവുകയില്ല. ആ സമയവും ഈ ഫ്ലൈ ഓവർ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഫ്ലൈ ഓവർ ഭാഗം വലിയ ഭക്തജന സഞ്ചയമായി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാകും കാണാൻ കഴിയുക. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് സമാനമായി 80-ലധികം ഭക്തജനങ്ങളെ മിനിറ്റിൽ 18-ാം പടി കയറ്റിവിടുന്നു. തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നു. ഘട്ടം ഘട്ടമായി നടപ്പന്തലിൽ നിന്നും ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റുകയും ഒപ്പം ഫ്ലൈ ഓവർ ഘട്ടം ഘട്ടമായി ദർശനം നടത്തി ഭക്തജനങ്ങൾ നീങ്ങുന്നതിനനുസരിച്ച് ഫ്ലൈ ഓവറിലേക്കും ഭക്തജനങ്ങളെ മാറ്റുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത്. വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും സന്നിധാനത്ത് വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. KSRTC കൂടുതൽ സർവീസുകളും കഴിഞ്ഞ ദിവസങ്ങളായി 13-ാം തീയതി മുതൽ സന്നിധാനത്തേക്ക് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഫ്ലൈ ഓവറിൽ നമ്മൾ കാണുന്നതിൽ ഭൂരിഭാഗവും തമിഴ്നാട്, ആന്ധ്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ആണ് എന്നുള്ളതാണ് സന്നിധാനത്തെ കാഴ്ചകൾ പറയുമ്പോൾ പ്രധാനമായും പറയാനുള്ളത്. ഈ ദിവസങ്ങളിലെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്യ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. മലയാളികളെക്കാൾ കൂടുതൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങൾ ഉണ്ട് എന്നുള്ളത് സന്നിധാനത്തെ കാഴ്ചകളിൽ പ്രധാനപ്പെട്ട വിശേഷങ്ങളിൽ ഒന്നാണ്. 10-ാം തീയതി വരെ മലയാളികൾ അയൽ സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ എത്തിയപ്പോൾ 10-ാം തീയതിക്ക് ശേഷം മലയാളികളെക്കാൾ കൂടുതൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ എത്തുന്ന കാഴ്ചയാണ് സന്നിധാനത്ത് കാണാൻ കഴിയുന്നത്. എന്തായാലും തിരുവുത്സവം കഴിഞ്ഞു, വിഷു കഴിഞ്ഞു. പക്ഷേ ആ വിഷുവിൻ്റെയും തിരുവുത്സവത്തിൻ്റെയും പ്രഭയിൽ ആ ചൈതന്യത്തിൽ തന്നെയാണ് ഇനിയുള്ള 3 ദിവസം കൂടി, ഈ മേടമാസ പൂജകൾ നടക്കുന്ന 3 ദിവസം കൂടി ശബരിമല സന്നിധാനം ഉണ്ടാവുക. സ്വാമി, പാലക്കാട്. എങ്ങനെയുണ്ട് താഴെ തിരക്കൊക്കെ? പമ്പയിലൊക്കെ തിരക്ക് ഇന്നലെ കുറവായിരുന്നു, ഞങ്ങൾ കയറുമ്പോൾ. ഇന്നിപ്പോൾ രാവിലെ കൂടുതലാണ്. ദർശനമൊക്കെ അടിപൊളിയായി കിട്ടി. സ്വാമിയേസാണോ അയ്യപ്പ. പമ്പയിലൊക്കെ തിരക്ക് കുറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനുള്ള സൂചനകൾ നമുക്ക് നടപ്പന്തലിന് സമീപത്തുള്ള മുൻപുള്ള ഭാഗങ്ങളിൽ നിന്നും ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. നടപ്പന്തൽ മുതൽ ഉള്ള ഭാഗത്താണ് ഇപ്പോൾ പ്രധാനമായും രാവിലെ സമയത്ത് ദർശനത്തിനുള്ള ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് കാണുന്നത്. ദർശനം കഴിഞ്ഞ ഭക്തജനങ്ങൾ തമ്പടിക്കുന്നുണ്ട്. അവർ ഇനി പയ്യെ മലയിറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ മല കയറി വരുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ രാവിലെ തിരക്ക് നന്നെ കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ തിരക്ക് കുറഞ്ഞേക്കാം എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ. സ്വാമി ശരണം. ಮಂಗಳೂರು ಮಂಗಳಾಪುರಂ.
മംഗലാപുരം അങ്ങനെ അയൽ സംസ്ഥാനങ്ങളിൽ നമ്മളിവിടെ ഈ വെർച്വൽ ഈ ഫ്ലൈ ഓവർ ഉള്ള ഭക്തജനങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗവും കേരളത്തിന് പുറത്തുനിന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് പുറത്തുനിന്നെത്തിയ അയൽ സംസ്ഥാനക്കാരായിരിക്കും എന്നുള്ള സവിശേഷയും കൂടി ഈ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. താഴെ തമ്പടിച്ചിരിക്കുന്ന ഭക്തജനങ്ങളോട് സംസാരിക്കുമ്പോഴും അവരുമായി ബന്ധപ്പെടുമ്പോഴും അവരും കൂടുതൽ ആളുകളും ഈ തമിഴ്നാട്ടിൽ നിന്നെത്തിയ ഭക്തജനങ്ങളാണ്. ഒപ്പം മാളികപ്പുറം കുഞ്ഞ് അയ്യപ്പന്മാരും വേനലവധി ആയതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ കൂടുതലായി എത്തുന്നു എന്നുള്ള കാര്യവുമുണ്ട്. ഇനി പതിവ് പൂജകൾ, കളഭാഭിഷേകം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി നടയടയ്ക്കും. സ്വാമി ശരണം. స్వామి తెలుగు ఇది ఇది ఏపీ ആന്ധ്ര, തമിഴ്നാട്, കർണാടക. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫ്ലൈ ഓവറിലുള്ള ഭക്തജനങ്ങളിൽ ഒരു 10 പേരിൽ എടുക്കുകയാണെങ്കിൽ 8 പേരും അങ്ങനെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതാണ് എന്ന് ഇതിപ്പോൾ ആവർത്തിച്ചു പറഞ്ഞു. അങ്ങനെയുള്ള ആളുകളാണ്, അയൽ സംസ്ഥാന ഭക്തജനങ്ങളാണ് കൂടുതലായി ഉള്ളത്. മാളികപ്പുറങ്ങളും അയ്യപ്പന്മാരും എല്ലാം ധാരാളമായി എത്തുന്നു എന്നുള്ളത്. സ്വാമി ശരണം. സ്വാമി ശരണമന്നെ. സ്വാമി ശരണം. എവിടുന്നാ വരുന്നത്? കർണാടക ഹാസൻ. താങ്ക് യു. പറഞ്ഞതുപോലെ തന്നെ 10 ഭക്തജനങ്ങളെ എടുത്ത 8 പേരും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട്. മലയാളികളെ അങ്ങനെ 10-ൽ 2 പേരെ അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിശേഷമായിട്ട് പറയാനും സാധിക്കുന്നുണ്ട്. എന്തായാലും ഇനിയുള്ള 3 ദിവസം ഭക്തജനങ്ങളുടെ തിരക്ക് ഒരു പക്ഷേ കുറഞ്ഞേക്കാം എന്നുള്ള സൂചനകൾ. ആദ്യം നട തുറന്ന ദിവസങ്ങളിൽ ഭക്തജന തിരക്ക് നന്നേ കുറവായിരുന്നു. ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം ആ ദിവസങ്ങളിലെല്ലാം സാധ്യമാവുകയും ചെയ്തു. ഒരു പക്ഷേ അതിന് സമാനമായി തന്നെ ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ ഒരു ശരാശരിയിൽ താഴെ ഭക്തജനങ്ങളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ സന്നിധാനത്തേക്ക് എത്തുക എന്നുള്ള വിലയിരുത്തലും ഇപ്പോൾ കാണുന്ന സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ, വിലയിരുത്താൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ എത്തിയത് 1,00,000-ന് മുകളിൽ ഭക്തജനങ്ങൾ. 46,878 എന്നുള്ളൊരു കണക്ക് നമുക്ക് ഏകദേശ കണക്കായിട്ട് ഇപ്പോൾ ലഭ്യമാകുന്നു. അത് കൃത്യമായ കണക്കല്ല, ലഭ്യമായ കണക്കാണ്, നിലവിൽ ലഭ്യമായ കണക്കാണ്. അതിനോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളുടെ ഒരു നിശ്ചിത ശതമാനം കണക്ക് ചേർക്കാനുണ്ട്. വെർച്വൽ ക്യൂ വഴി എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ, രാത്രിയിൽ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിലും ഒരു നിശ്ചിത ശതമാനം കണക്ക് ഇതിനോടൊപ്പം ചേർക്കാനുണ്ട്. അപ്പോൾ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിനോട് സമാനമായി തിരക്കുള്ള ദിവസങ്ങളിൽ, ഭക്തജന പ്രവാഹമുള്ള ദിവസങ്ങളിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് സന്നിധാനം എങ്ങനെയാണോ അതിന് സമാനമായി തന്നെയുള്ള ഒരു തിരക്കാണ് ഇന്നലെ വിഷുദിനത്തിൽ സന്നിധാനത്ത് കാണാൻ കഴിയുന്നത്. രാവിലെ വിഷുക്കണി ദർശനത്തിനുമൊക്കെ വലിയ തിരക്ക് 4 മണി മുതൽ 7 മണി വരെയുള്ള സമയത്ത് പുലർച്ചെ വിഷുക്കണി ദർശനത്തിനും ഒപ്പം തന്നെ അയ്യപ്പസ്വാമിയിൽ നിന്നും വിഷുക്കൈ നീട്ടം വാങ്ങുന്നതിനും മേൽശാന്തിയും തന്ത്രിയും ചേർന്ന് അയ്യപ്പസ്വാമിയുടെ വിഷുക്കൈ നീട്ടം ഭക്തജനങ്ങൾക്ക് നൽകിയപ്പോൾ അതൊക്കെ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് ഭക്തജനങ്ങൾ എത്തിയ കാഴ്ചയായിരുന്നു കണ്ടത്. ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യം തരുന്ന നിമിഷങ്ങളായിരുന്നു അത്. ശ്രീകോവിലിൽ നിന്നും നേരിട്ട് അയ്യപ്പസ്വാമിയുടെ വിഷുക്കൈ നീട്ടം ലഭിക്കുക, വിഷുക്കണി ദർശനം നടത്തുക, അടുത്ത ദിവസങ്ങൾ, ഇനിയുള്ള പുതുദിവസങ്ങൾ ഏറ്റവും മനോഹരമാക്കുന്നതിന് വേണ്ടി അയ്യപ്പസ്വാമിയുടെ വിഷുക്കണി ദർശനത്തോടൊപ്പം തന്നെ തുടങ്ങുക എന്നുള്ളതൊക്കെ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമായിട്ടുള്ള, ഏറ്റവും അവരുടെ വിശിഷ്ടമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു. അങ്ങനെയുള്ള ഭക്തിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനം എത്തിയ കാഴ്ചകളാണ് ഇന്നലെ വിഷുദിനത്തിൽ കണ്ടത്. ഉത്സവ ദിവസങ്ങളിലും കണ്ടത്. ആ വിശിഷ്ടമായ ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ സന്നിധാനത്ത് നിന്നും കണ്ടത് ഭക്തിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനം എത്തിയ കാഴ്ചകളായിരുന്നു. അങ്ങനെ ഭക്തിയിൽ ലയിച്ചു നിൽക്കുന്ന സന്നിധാനം, 18 ദിവസം ശരണമന്ത്രം മുഖരിതമായി മാറിയ സന്നിധാനം, ഒരു മിനി തീർത്ഥാടന കാലത്തിന് സമാനമായ കാഴ്ചയാണ് ഈ 15 ദിവസമായിട്ട് സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. ഇനി 3 ദിവസം കൂടിയുണ്ട്. നമുക്ക് പ്രേക്ഷകരിലേക്ക്, ഞങ്ങളിലേക്ക് തത്സമയ ദൃശ്യങ്ങളും അതോടൊപ്പം ശബരിമലയിൽ നിന്നുള്ള അയ്യൻ്റെ സന്നിധിയിൽ നിന്നുള്ള വിശേഷങ്ങളും അറിയിച്ചതും മിഥുൻ മുരളി തന്നെയാണ്. അവിടെ തുടരുകയാണ് മിഥുൻ. ഇനി 3 ദിവസം കൂടിയാണ് നട തുറന്നിരിക്കുക. ഭക്തജന തിരക്ക് ഇന്നുമുണ്ട്. അപ്പോൾ നാളെയൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കുക. ഇനി വിഷു കഴിഞ്ഞതിൻ്റെ പിറ്റേന്നാണ് ഇന്ന്. വിഷു അടിച്ചു പൊളിച്ചോ എന്നൊക്കെ എനിക്ക് ചോദ്യങ്ങളുണ്ട് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന്. എന്തായാലും പ്രത്യേകമായി പേരെടുത്ത് പറഞ്ഞ് ഞങ്ങളെ വിശേഷങ്ങൾ അറിയിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. മാത്രമല്ല വിഷു വിശേഷങ്ങൾ പറയാൻ നിരവധിയാണ്. ഇന്നലെ ജനം ടി വിയിലൂടെ വിഷു വിശേഷങ്ങൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഞങ്ങൾ ഇൻഡിവിജ്വലായിട്ടും വ്യക്തിപരമായിട്ടും ഒക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. നിങ്ങളും അടിച്ചു പൊളിച്ചു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലിട്ടാൽ ഞങ്ങളത് ആസ്വദിക്കാം, പ്രേക്ഷകരുമായി മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യാം. എന്നാലും ഇനി നമുക്ക് വാർത്തകളിലേക്ക് എത്തേണ്ടതുണ്ട്. നിരവധി വാർത്തകൾ നമ്മൾ കാത്തിരിക്കുകയാണ്. മുൻപത്തെ വിശേഷമാണ് അതിൽ ഏറ്റവും മുഖ്യം.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുനമ്പത്തെ വിശേഷങ്ങളിലേക്കാണ് എത്തുന്നത്. വലിയ ആവേശത്തിലാണ് മുനമ്പം ജനത. വഖഫ് നിയമ ഭേദഗതി യാഥാർത്ഥ്യമായതിന് പിന്നാലെ മുനമ്പത്തെ ആഘോഷം നമ്മൾ കണ്ടതാണ്. കേന്ദ്ര സർക്കാരിന് എപ്രകാരം നന്ദി പറയുന്നു എന്ന് കണ്ടതാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ മുനമ്പത്ത് എത്തിയപ്പോൾ എത്ര സന്തോഷത്തോടെ ആവേശത്തോടെ മുനമ്പം ജനത ഒന്നടങ്കം നേരിട്ടെത്തി സ്വീകരിച്ച് ആനയിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇന്ന് ബഹുജന കൂട്ടായ്മയുണ്ട്. മോദി സർക്കാരിന് നന്ദി അർപ്പിച്ച് മുനമ്പത്ത് വെച്ച് ഇന്നത്തെ കൂട്ടായ്മ നന്ദി മോദി എന്ന പേരിലാണ് സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര ന്യൂനപക്ഷകാര്യ പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു ആണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. അദ്ദേഹം ഇന്ന് മുനമ്പത്തേക്ക് എത്തുന്നുമുണ്ട്. കേന്ദ്രമന്ത്രിയെ വരവേൽക്കാൻ എന്തായാലും വലിയ ആവേശമുണ്ട് മുനമ്പം ജനതയുടെ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. കിരൺ കുമാർ വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, മുനമ്പത്തെ ജനത അത്യാഹ്ലാദത്തിൽ. അനു, ഏതായാലും ഈ വഖഫ് നിയമം ഭേദഗതി പ്രാബല്യത്തിൽ വരുത്തിയതിനു ശേഷമാണ് കേന്ദ്രമന്ത്രിയുടെ മുനമ്പം സന്ദർശനം എന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു ആവേശത്തിലാണ് മുനമ്പത്തെ ജനങ്ങൾ. പ്രത്യേകിച്ച് ഈ മുനമ്പം അടക്കമുള്ള ഈ വഖഫ് അധിനിവേശത്തിനെതിരായിട്ട് സമരം നടത്തിയിട്ടുള്ള ജനങ്ങൾ പ്രധാനമായിട്ടും ഉന്നയിച്ചിരുന്ന ഒരു ആവശ്യം എന്നുള്ളത് ഈ വഖഫ് നിയമ ഭേദഗതി എന്നുള്ളത് തന്നെയായിരുന്നു. ഈ കാര്യം പ്രാബല്യത്തിൽ വന്നതോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഏതായാലും BJP നേതാക്കൾ മുനമ്പത്തേക്ക് വീണ്ടും എത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് നന്ദി മോഡി എന്ന പേരിൽ ഒരു വലിയ സമ്മേളനം തന്നെ ഇന്ന് മുനമ്പത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ മുനമ്പത്തെ ഈ സമരത്തിന്റെ എല്ലാം തന്നെ പ്രധാന വേദിയായിട്ടുള്ള മുനമ്പം വേളാങ്കണ്ണി പള്ളിയുടെ പരിസരത്ത് വെച്ച് തന്നെയാണ് ഇന്ന് ഈ സമ്മേളനം നടക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സമ്മേളനം കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്യും. ഒപ്പം തന്നെ മറ്റ് BJP നേതാക്കളും കൂടെയുണ്ട്. രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം തന്നെ BDJSന്റെ തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള NDA BJP നേതാക്കളെല്ലാം തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും നേരത്തെ തന്നെ ഈ വഖഫ് നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ തന്നെ മുനമ്പത്തെ ജനങ്ങൾ അറിയിച്ചിരുന്ന ഒരു കാര്യം, തങ്ങളോടൊപ്പം നിൽക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ള കാര്യം തങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഒപ്പം നിന്ന് തന്നെ തങ്ങൾ തിരിച്ചും പിന്തുണക്കും എന്നുള്ളൊരു കാര്യമായിരുന്നു അവർ വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിപാടി ഗംഭീരമാക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് മുനമ്പത്തെ ജനങ്ങളെ സംബന്ധിച്ചുള്ളത്. വലിയ ഒരുക്കങ്ങൾ തന്നെ മുനമ്പത്ത് ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. NDA പ്രതീക്ഷിക്കുന്നത് വലിയ ഒരു പരിപാടിയായി മാറും ഈ ഇന്നത്തെ പരിപാടി എന്നുള്ളത് കാര്യം തന്നെയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം NDA നേതാക്കൾ കൊച്ചിയിൽ യോഗം ചേരുകയും പരിപാടിയുടെ ആസൂത്രണങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് മുനമ്പത്ത് ഈ നന്ദി മോദി എന്ന പേരിലുള്ള സമ്മേളനം നടക്കുക. അനു, കിരൺ, അതുപോലെ തന്നെ ഈ സംസ്ഥാന സർക്കാരിനെതിരെ എന്നാൽ മുനമ്പം ജനത വീണ്ടും രംഗത്തെത്തിയിരുന്നു. കാരണം ഇരട്ടത്താപ്പ് നയമാണ് തങ്ങൾക്ക് നേരെ സ്വീകരിച്ചത് എന്ന് ആവർത്തിച്ച് മുനമ്പം ജനത ഇപ്പോഴും വിശ്വസിക്കുന്നു. അതിനടിസ്ഥാനമുണ്ട് താനും. ആ നിലപാടിൽ തന്നെയല്ലേ അവരിപ്പോഴും ഉള്ളത്? അനു, ഏതായാലും അവിടുത്തെ ജനങ്ങൾ, ഈ സമരം നയിച്ചിരുന്ന ആളുകൾ നേരത്തെ തന്നെ ചില കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നത് അവരുടെ റവന്യൂ അവകാശം എന്നുള്ളത് അത് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിന് പ്രധാനമായിട്ടും വേണ്ടത് നിലവിൽ ഇപ്പോൾ ഈ ഇവരുടെ അടക്കം ദുരിതത്തിന് കാരണമായിട്ടുള്ള വഖഫ് നിയമത്തിൽ വലിയ ഭേദഗതി ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യമാണ്. മാത്രമല്ല, ഈ ഭേദഗതി നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഇതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കണം ജനപ്രതിനിധികൾ. കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളെല്ലാം തന്നെ ഈ കാര്യങ്ങൾ സ്വീകരിക്കണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു അവർ ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇതിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ചിലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അവർ കൃത്യമായിട്ട് ഓരോ MP-മാരുടെയും പേരെഴുതി വെച്ച് അവർ ഏത് തരത്തിലാണ് മുനമ്പത്തെ വഞ്ചിച്ചത് എന്നുള്ള വ്യക്തമാക്കിക്കൊണ്ട് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് തന്നെ പ്രദർശിപ്പിക്കുന്ന ഒരു സാഹചര്യം മുനമ്പത്തുണ്ടായിരുന്നു. മാത്രവുമല്ല, ഈ സംസ്ഥാന സർക്കാർ ഈ മുനമ്പത്തെ വിഷയത്തിന്റെ പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുന്നു. പിന്നീട് അതിന് ഹൈക്കോടതി അസാധുവാക്കുന്നു. വീണ്ടും കമ്മീഷന് പ്രവർത്തിക്കാം എന്ന അനുമതി കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ കൃത്യമായ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഇതിൽ ഒരു പ്രതീക്ഷ മുനമ്പത്തെ ജനങ്ങളെ സംബന്ധിച്ചില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ജുഡീഷ്യൽ കമ്മീഷൻ ഉണ്ടായതുകൊണ്ട് മാത്രം തങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം മുനമ്പത്തെ ജനങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. എന്നാൽ പിന്നീട് സർക്കാർ തന്നെ ഇടപെട്ട ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഈ കമ്മീഷനുമായി സഹകരിക്കാനായിട്ട് തയ്യാറായത്. ഏതായാലും ഇനിയിപ്പോൾ കമ്മീഷനോ അല്ലെങ്കിൽ മറ്റു പ്രവൃത്തികളല്ല ആവശ്യം, തങ്ങളുടെ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും മുനമ്പത്തെ ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിനെതിരായിട്ടും സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് അടക്കം ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു പരസ്യ പ്രതികരണങ്ങളിലേക്ക് മുനമ്പത്തെ ജനങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളതാണ്.
കിരൺ, ശരി. മുനമ്പത്ത് എന്തായാലും ബഹുജന കൂട്ടായ്മ ഇന്ന് നടക്കുകയാണ്. നന്ദി മോദി എന്ന പേരിൽ നടക്കുന്ന കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. നേരത്തെ വിഷു പരിപാടികളെ കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു, അതെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. ശ്രീ ഗണേഷ് കുമാർ പറയുന്നത് ജനം TV വിഷുദിനത്തിൽ സംപ്രേഷണം ചെയ്ത എല്ലാ പരിപാടികളും എനിക്ക് ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് MGയുടെ ഗാനമേള. എന്തായാലും വളരെയധികം സന്തോഷം ഞങ്ങൾക്കും അത് കേട്ടതിൽ. ഇനി ശ്രീ അജീഷ് കുമാറിൻ്റെ ഒരു കമൻറ്റ് കൂടി വായിക്കണം. കാരണം തോളത്തുള്ള ആ പുതപ്പില്ലെങ്കിൽ അനുവിനെ കാണാൻ പാടാണെന്ന്. ഇങ്ങനെ നഗ്നമായ സത്യങ്ങൾ രാവിലെ വിളിച്ചു പറഞ്ഞ് വിഷമിപ്പിക്കരുത്, ചമിപ്പിക്കരുത്. ഇതിൻ്റെയൊക്കെ പച്ചയിലാണ് പിടിച്ചു നിൽക്കുന്നതെന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങളും മനസ്സിലാക്കണം. ശരി, നമുക്കിനി വാർത്തകളുടെ ലോകത്തേക്ക് വേഗത്തിലെത്തണം. അതിനിടയിൽ നമുക്ക് വിശേഷങ്ങൾ പറഞ്ഞു പോവാം. മുനമ്പത്ത് നിന്നാണല്ലോ തുടങ്ങിയത്. വഖഫ് ഭേദഗതിക്ക് എതിരെയുള്ള പ്രത്യക്ഷ സമരത്തിൽ UDF-ൽ അനൈക്യമുണ്ട് എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. നാളെ ലീഗ് കോഴിക്കോട് സ്വന്തം നിലയിൽ വഖഫ് സംരക്ഷണ മഹാറാലി നടത്താനിരിക്കുകയാണ്. വഖഫ് നിയമ ഭേദഗതി ബിൽ ചർച്ചയിൽ രാഹുലും പ്രിയങ്കയും എടുത്ത നിലപാടുകൾക്കെതിരെ ലീഗ് രംഗത്തെത്തിയിരുന്നതു എന്നതും ശ്രദ്ധേയമാണ്. അതിനെതിരെ വലിയ വിമർശനങ്ങൾ വ്യാപകമായി ഉയർന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഈ കടുത്ത അതൃപ്തിയൊക്കെ നിലനിൽക്കെയാണ് ലീഗ് സമരവുമായി മുന്നോട്ട് പോകുന്നത്. അരുൺ കൊടുങ്ങൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഈ UDF-ൽ ആകെ ക്ഷീണമാണോ? വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ഏത് നിലപാടെടുക്കണമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കോൺഗ്രസിന് ഒരു ധാരണ ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? രാഹുലും പ്രിയങ്കയും എപ്രകാര വിമർശനങ്ങൾക്ക് ഇരയായി എന്ന് നമ്മൾ കണ്ടതാണ്. ഈ ലീഗ് ഇപ്പോഴും പറഞ്ഞതിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണോ? തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വഖഫ് ഭേദഗതി ബില്ല് ചർച്ചയ്ക്കെടുത്തപ്പോൾ പ്രിയങ്കയും രാഹുലും എടുത്ത ആ ഒരു നിലപാട് അതുതന്നെയാണ് മുസ്ലിം ലീഗിന്റെ അതൃപ്തിക്കുള്ള പ്രധാന കാരണം. അത് വലിയ രീതിയിലുള്ള വിമർശന വിധേയമായിരുന്നതും പരസ്യമായി തന്നെ മുസ്ലിം ലീഗ് പറഞ്ഞതാണ്. ഈ വിഷയം തണുപ്പിക്കാനുള്ള പലവിധ ശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നടന്നുവെങ്കിലും അതൊന്നും തന്നെ ഫലം കണ്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുകൊണ്ട് തന്നെയാണ് വിഷയത്തിൽ ഒറ്റയ്ക്ക് ഈ സമരവുമായി മുന്നോട്ട് പോകാനായി മുസ്ലിം ലീഗ് തീരുമാനിച്ചത്. നമുക്കറിയാം, മറ്റ് വിഷയങ്ങളൊക്കെ തന്നെ വന്നപ്പോൾ ഈ ഏകോപിപ്പിച്ചുള്ള ഒരു സമരത്തിലേക്ക്, തങ്ങളുടെ ശക്തി തെളിയിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സമരത്തിലേക്കായിരുന്നു UDF മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ UDF-ൽ വലിയ രീതിയിലുള്ള ഒരു അനൈക്യം ഉണ്ടായിരിക്കുന്നു, ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ആദ്യം സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മുസ്ലിം ലീഗ് തന്നെ മുന്നോട്ട് പോകുന്നത്. ഒരു മഹാറാലി സംഘടിപ്പിക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. അത് സംസ്ഥാന വ്യാപകമായി സംസ്ഥാനത്തുള്ള പ്രവർത്തകരെ എല്ലാം തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാളെയാണ് ഈ കോഴിക്കോട് ഈ ഒരു മഹാറാലി സംഘടിപ്പിക്കുക. എന്തായാലും രാഹുലും പ്രിയങ്കയും അടക്കമുള്ള നേതാക്കളെ ഈ പരിപാടിയിലേക്ക് എത്തിച്ച് ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും അതിനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ശ്രമങ്ങളൊക്കെ തന്നെ വിഫലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കൃത്യമായ ഒരു വിമർശനം രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെ ഈ വിഷയത്തിൽ ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കളൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ ഇത് കൂടുതലായി പരസ്യമായി പറയുന്നില്ല എന്ന് മാത്രമാണ് ഉള്ളത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പ്രിയങ്കയും രാഹുലും എടുത്ത ഒരു നിലപാട് അത് ഒരിക്കലും യോജിക്കാനാകില്ല. തങ്ങളുടെ പൂർണ്ണമായ പിന്തുണ വാങ്ങിക്കൊണ്ട് പോകുന്നു. അതിനുശേഷം തങ്ങളുടെ ഒരു ആവശ്യം വരുമ്പോൾ അതിനെ കൃത്യമായി എതിർക്കാനോ അല്ലെങ്കിൽ അതിൽ കൃത്യമായി ഒരു നിലപാട് സ്വീകരിക്കാനോ പ്രിയങ്കയ്ക്കും രാഹുലിനും ആയിട്ടില്ല എന്നുള്ളതാണ് ഇവർ ഏറ്റവും മുന്നോട്ട് പറയുന്ന കാര്യം. ഇത് ഈ ലാഘവത്തോടെ കാണിച്ച ഈ ഒരു നിലപാട് ഒരു കാരണവശാലും ശരിയല്ല. ഇത് കൃത്യമായി തന്നെ രാഹുലിനെയും പ്രിയങ്കയും അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിലപാടുകളുമായി നടപടികളുമായി മുന്നോട്ട് പോയാൽ അത് കേരളത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ള ഒരു നിലപാടാണ് ഈ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചത്. എന്തായാലും UDF-ന്റെ സംസ്ഥാന നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള അതിതീവ്ര ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അതൊന്നും തന്നെ കൃത്യമായി ഫലം കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ ഒറ്റയ്ക്ക് സമരം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അനു, ശരി അരുൺ. മലയാളത്തിന്റെ പ്രിയ താരം നിവിൻ പോളിയുടെ വിഷു ആഘോഷം ബേബി ഗേൾ എന്ന സിനിമയുടെ സെറ്റിൽ. തന്റെ നായകനെ വരവേറ്റ് സംവിധായകൻ അരുൺ വർമ്മയും കൂട്ടരും. നിവിൻ പോളി, ലിസ്റ്റൻ സ്റ്റീഫൻ, അരുൺ വർമ്മ, ബോബി സഞ്ജയ്, കോംപോ ഒരുമിക്കുന്ന ചിത്രം ബേബി ഗേളിന്റെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് തുടരുകയാണ്.
നിവിൻ പോളി, ലിസ്റ്റിൻ സ്റ്റീഫൻ, അരുൺ വർമ്മ, ബോബി സഞ്ജയ് കോംബോ ഒരുമിക്കുന്ന പുതിയ ചിത്രം ബേബി ഗേളിന്റെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് തുടരുകയാണ്. നായകൻ നിവിൻ പോളി വിഷുദിനത്തിൽ ആദ്യമായി ചിത്രത്തിന്റെ സെറ്റിലെത്തി. വണ്ണമൊക്കെ കുറച്ച് സ്റ്റൈലിഷ് ലുക്കിൽ സുന്ദരനായാണ് താരത്തിന്റെ തിരിച്ചുവരവ്. നേരത്തെ സോഷ്യൽ മീഡിയയിൽ പുറത്തുവന്ന നിവിൻ പോളിയുടെ പുതിയ ഗെറ്റപ്പ് ആരാധകരെ ആവേശത്തിലാഴ്ത്തിയിരുന്നു. വാദ്യമേളങ്ങളോടെ സംവിധായകൻ അരുൺ വർമ്മ നിവിൻ പോളിയെ സെറ്റിലേക്ക് പൂമാലയിട്ട് സ്വീകരിച്ചു. അഭിനേതാക്കളായ ലിജോ മോൾ, സംഗീത് പ്രതാപ്, തിരക്കഥാകൃത്ത് സഞ്ജയ് എന്നിവരും സെറ്റിലുണ്ടായിരുന്നു. ഈ ചിത്രത്തിൽ ബേബി ഗേളായി എത്തുന്നത് ചിത്രത്തിന്റെ തന്നെ പ്രൊഡക്ഷൻ ഇൻചാർജായ അഖിൽ യശോധരന്റെ 15 ദിവസം മാത്രം പ്രായമായ യുദ്ര എന്ന പെൺകുട്ടിയാണ്. സെറ്റിൽ വെച്ച് നിവിൻ പോളി ബേബി ഗേളിനെ തന്റെ കൈകളിലേക്ക് ഏറ്റുവാങ്ങി. മാജിക് ഫ്രെയിംസുമായുള്ള നിവിൻ പോളിയുടെ രണ്ടാമത്തെ ചിത്രമാണ് ബേബി ഗേൾ. ലിസ്റ്റിൻ സ്റ്റീഫനാണ് നിർമ്മാതാവ്. മാജിക് ഫ്രെയിംസിനു വേണ്ടി ബോബി സഞ്ജയ് തിരക്കഥ ഒരുക്കുന്ന മൂന്നാമത് ചിത്രം കൂടിയാണ് ബേബി ഗേൾ. ത്രില്ലർ മൂഡിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ മലയാളത്തിലെ മുൻനിര താരങ്ങൾ അണിനിരക്കുന്നു. തിരുവനന്തപുരവും കൊച്ചിയുമാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ. ജനം, തിരുവനന്തപുരം. കേരളത്തിലെ വീരഗജരാജന്മാരായ തൃക്കടവൂർ ശിവരാജുവും കോന്നി സുരേന്ദ്രനുമൊക്കെ പിച്ചുവെച്ച് വളർന്ന ഇടമാണ് പത്തനംതിട്ട കോന്നിയിലെ ആനക്കോട്. ശബരിമല കാടുകളിൽ നിന്ന് കിട്ടിയ ഒരു കുട്ടിക്കൊമ്പനുണ്ട് ഇവിടെ. ഈ കുട്ടിക്കൊമ്പനാണ് ഇപ്പോൾ ഇവിടുത്തെ ശ്രദ്ധാകേന്ദ്രവും. ഏവരുടെയും മനം മയക്കുന്ന കുട്ടിക്കൊമ്പൻ കൊച്ചയ്യപ്പൻ്റെ വിശേഷങ്ങൾ കാണാം. കൂട്ടം തെറ്റിയ ഒരു കുഞ്ഞൻ കരിവീരൻ 2021 ഓഗസ്റ്റ് 19 പതിവ് പെട്രോളിങ്ങിന് പോയ വനപാലക സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കുഞ്ഞൻ കരിവീരന് കഷ്ടിച്ച് 1 വയസ്സ് മാത്രം അന്ന് പ്രായം. ആ കുഞ്ഞനെ തേടി ആനക്കൂട്ടമെത്തുമെന്ന പ്രതീക്ഷയിൽ വനമേഖലയിൽ തന്നെ പ്രത്യേക കൂടൊരുക്കി വനപാലകർ കാത്തിരുന്നു. പക്ഷേ 4 ദിവസം കഴിഞ്ഞിട്ടും കുഞ്ഞിനെ തേടി ആനക്കൂട്ടം എത്തിയില്ല. ഇതോടെ വനംവകുപ്പിന് കീഴിലുള്ള കോന്നി ആനക്കൂട്ടിലേക്ക് ആ കുഞ്ഞു കൊമ്പനെ എത്തിച്ചു. ശബരിമല കാടുകളിൽ നിന്ന് കിട്ടിയ കുട്ടിക്കൊമ്പനെ കൊച്ചയ്യപ്പൻ എന്ന് വിളിച്ചു. കോന്നി ആനക്കൂട്ടിലെത്തുന്നവരുടെ മുഖ്യ ആകർഷണമാണ് കൊച്ചയ്യപ്പൻ. സന്ദർശകരുടെ സ്നേഹത്തിന് മുന്നിൽ തലയാട്ടിയും പാപ്പാന്മാരുടെ അനുസരണയുള്ള ശിഷ്യനായും കുഞ്ഞു കുട്ടിക്കൊമ്പൻ സന്ദർശകരുടെ ഹൃദയം കവരുന്നു. നമ്മളിതിനെ ഇടുന്നത് രാവിലെ നമ്മൾ ഒരു 7-7:30 ആവുന്നുണ്ട് ആനെ കൂട്ടി നിറക്കി ഇവിടെ നമ്മൾ 10 റൗണ്ട് നടത്തിക്കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇതിനെ കുളിപ്പിച്ചിട്ട് ആനയ്ക്ക് ഭക്ഷണമുണ്ട്. റാഗി, ഗോതമ്പ്, റൈസ്, ചെറുപയർ, മിനറൽ മിക്സർ, ഉപ്പ്, കരിപ്പട്ടി, ഇതെല്ലാം ഒരു നിശ്ചിത ക്വാണ്ടിറ്റി ഒരു ആനയുടെ പ്രായം അനുസരിച്ചാണ് ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അത് വേവിച്ച് കേക്ക് രൂപത്തിലാക്കി തണുപ്പിച്ച് 10 മണിക്ക് ആനയ്ക്ക് ഫുഡ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുല്ല് ഗ്രാസാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 60 കിലോയോളം മൊത്തത്തിൽ കൊടുക്കും. അതിലൊരു 60% കഴിക്കും, 40% വേസ്റ്റ് ആക്കും. മറ്റ് പ്രത്യേക പരിപാടികളൊന്നും കുട്ടിയായതുകൊണ്ടില്ല. പിന്നെ അവനെ എല്ലാവർക്കും സന്തോഷകരമായിട്ട് കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പം കൂട്ടിലിട്ടിരിക്കുന്നത്. ആനയുടെ സുരക്ഷിതത്വം. കുഞ്ഞു പ്രായത്തിൽ തന്നെ ചെറിയ പരിശീലനങ്ങളും കൊച്ചയ്യപ്പന് നൽകി തുടങ്ങിയിട്ടുണ്ട്. പ്രായത്തിനനുസരിച്ചുള്ള ഭക്ഷണ ക്രമീകരണവും നൽകുന്നു. പ്രഭാത നടത്തവും ഷവർ ബാത്തുമാണ് പ്രധാനപ്പെട്ട വിനോദങ്ങൾ. ഒപ്പം കുറച്ച് കുസൃതി കുറുമ്പുകളുമുണ്ട്. ജനം, പത്തനംതിട്ട. കുറുമ്പ് കാട്ടി നടപ്പാണ്, തലയൊക്കെ ഇങ്ങനെ ആട്ടി. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി കൊല്ലം പൂരത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കൂടി എത്താം. ഇന്നാണ് പ്രസിദ്ധമായ കൊല്ലം പൂരം. ആരവങ്ങളോടെയും ആർപ്പുവിളികളോടെയും ആശ്രാമം മൈതാനി ആൾക്കടലാകുന്ന ഒരു കാഴ്ച ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ആശ്രാമം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പൂരം നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. 11 ഗജവീരന്മാർ വീതമാണ് ഇത്തവണ കുടമാറ്റത്തിൽ അണിനിരക്കാൻ ഒരുങ്ങുന്നതും. എം മനോജ് വിശേഷങ്ങൾ നൽകും. മനോജ്, എപ്പോഴാണ് പൂരം ആരംഭിക്കുക?
അനു, രാവിലെ മുതൽ തന്നെ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും 10 മണിയോടുകൂടിയാണ് ചെറുപൂരങ്ങളൊക്കെ ഞാനിപ്പോൾ നിൽക്കുന്ന ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തുക. ചെറുപൂരങ്ങളൊക്കെ വന്നതിന് ശേഷം, അതായത് 14 ചെറുപൂരങ്ങളുണ്ട്, 13 ക്ഷേത്രങ്ങളിൽ നിന്നായാണ് ഈ 14 ചെറുപൂരങ്ങൾ ഇവിടേക്ക് എത്തുന്നത്. അതിനുശേഷം ആനയൂട്ടുണ്ടാകും. പിന്നീടാണ് വൈകിട്ടോടുകൂടി ആശ്രാമം മൈതാനത്ത്, അതായത് പുതിയകാവ് ഭഗവതി ക്ഷേത്രവും താമരക്കുളം ഗണപതി ക്ഷേത്രവുമായി 2 വിഭാഗവും എത്തി അവിടെ വലിയ രീതിയിലൊരു പൂരം നടക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൈതാനി ഒരു ആൾക്കടലാകുന്ന ദൃശ്യങ്ങൾ വൈകിട്ടോടെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. അവിടെ ഈ പൂരത്തിന് വേണ്ടിയിട്ടുള്ള, അതായത് ആനയ്ക്ക് വേണ്ടിയിട്ടുള്ള വെഞ്ചാമരവും അതോടൊപ്പം തന്നെ പൂരത്തിൻ്റെ ഭാഗമായി മുത്തുക്കുടകളും മറ്റ് സാമഗ്രികളുമൊക്കെ ഇവിടെ തയ്യാറാണ്. എന്തായാലും ആനകളൊക്കെ എത്തുവാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് ഇവിടെയുള്ള ഭാരവാഹികളൊക്കെ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. കാരണം 10 മണിയോടുകൂടിയാണ് ചെറുപൂരങ്ങളൊക്കെ എത്തുക. ഓരോ ക്ഷേത്രങ്ങളിലും ഇതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ നിന്നും സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട്. അവർ അവിടെ നിന്നും പൂരവുമായി ചെറുപൂരവുമായി ഇങ്ങോട്ടേക്ക് എത്തും. എന്തായാലും ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഈ ഒരു പൂരം നടക്കുന്നത്. അതായത് 4.5 പതിറ്റാണ്ടിലധികം കാലമായി ഈ ഒരു പൂരം തുടങ്ങിയിട്ട്. അത് തെക്കൻ ജില്ലക്കാർക്ക് എന്നും ഈ തൃശ്ശൂർ പൂരമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ തെക്കൻ ജില്ലക്കാർക്ക് അത്തരത്തിലൊരു പൂരം എന്ന് പറയുന്നത് കൊല്ലം പൂരമാണ്. അത് അത്രയധികം ജനപങ്കാളിത്തത്തോട് തന്നെയാണ് നടക്കുന്നത്. എന്തായാലും ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം ഈ വിഷു പൂജ, അതോടൊപ്പം തന്നെ വിഷുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ചടങ്ങുകളൊക്കെ നടന്നു. അതിനുശേഷം ഇന്നാണ് ഈ പൂരത്തിന് ബാക്കി മറ്റു കാര്യങ്ങളൊക്കെ ഒരുങ്ങിയിരിക്കുന്നത്. എന്തായാലും നമ്മളോടൊപ്പം ക്ഷേത്രത്തിലെ ഈ പൂരത്തിൻ്റെ ഭാരവാഹിയും കൂടെ ചേരുകയാണ്. എന്തായാലും ഏതുവരെയായി ഒരുക്കങ്ങളൊക്കെ? ഇനി 14 ക്ഷേത്രങ്ങളിലേക്കുള്ള ചെറുപൂരങ്ങൾക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. അവിടെ നിന്ന് ഒരു 9 മണിയോടുകൂടി പൂരങ്ങൾ വാദ്യമേളത്തിൻ്റെയും പൂരസമയത്തിൻ്റെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിൽ 10 മണിയോടുകൂടി എത്തിച്ചേരുന്നതാണ്. അതിനുശേഷം ആന നീരാട്ട് നടക്കുന്നതാണ്. ആന നീരാട്ടിന് ശേഷം ആനകൾക്ക് ഉള്ള ഒരു പ്രത്യേക ഭക്ഷണ രീതികൾ അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ആനകൾക്ക് കുറേ സമയം വിശ്രമം നൽകിയതിനു ശേഷം വൈകുന്നേരം ക്ഷേത്രത്തിൻ്റെ മുൻവശം കുടമാറ്റം നടന്നതിന് ശേഷം വൈകുന്നേരം 5 മണിയോടുകൂടി ആശ്രാമം മൈതാനത്തിലാണ് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ പൂരമായ കൊല്ലം പൂരം നടക്കുന്നത്. എല്ലാ വർഷവും ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഒരു ആവേശം തന്നെയാണല്ലേ ഈ പൂരം? തീർച്ചയായിട്ടും വളരെയേറെ ജനപങ്കാളിത്തം. കൊല്ലം ജില്ലയുടെ നഗരഭാഗങ്ങളല്ല, കൊല്ലം ജില്ല മുഴുവനും, എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തിൻ്റെ ആലപ്പുഴയുടെയും പല ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ ഈ പൂരം കാണാൻ എത്തുന്നുണ്ട്. മറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഈ പുതിയകാവ് ക്ഷേത്രം, അതോടൊപ്പം തന്നെ താമരക്കുളം ക്ഷേത്രം, ഇവരൊക്കെ ഇങ്ങനെ സസ്പെൻസുകളൊക്കെ കൊണ്ടാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുടമാറ്റത്തിൽ അത്തരത്തിൽ സസ്പെൻസുകളൊക്കെ പ്രതീക്ഷിക്കാം? തീർച്ചയായിട്ടും അവർ ഒരു മത്സര ബുദ്ധിയോടുകൂടിയാണ് ഈ പൂരത്തെ കാണുന്നത്. അവർ എല്ലാ വർഷവും പുതിയ പുതിയ ഐറ്റങ്ങൾ, എനിക്ക് ഒന്ന് ഒരുപക്ഷെ തൃശ്ശൂർ പൂരത്തിൽ കാണാത്ത പോലും പുതിയ ഐറ്റങ്ങൾ അവർ അണിനിരത്താൻ ശ്രമിക്കാറുണ്ട്. അവർ മത്സര ബുദ്ധിയോടുകൂടി ഇത് കാണുന്ന 2 രഹസ്യ സ്വഭാവത്തോടുകൂടിയാണ് അവർ നിലനിർത്തിയിരിക്കുന്നത്. എന്തായാലും ഓരോ തലമുറയ്ക്കും, അതായത് ഇവിടെ മുതിർന്നവരെ കണ്ടിരുന്നു, കുഞ്ഞു കുട്ടികളെ കണ്ടിരുന്നു, എല്ലാവർക്കും പൂരം എന്ന് പറയുമ്പോൾ ആ ഒരു ദിവസം അത് എല്ലാവർക്കും വളരെ ആവേശവും, അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി ആളുകളൊക്കെ ഇങ്ങോട്ട് എത്തുന്നുണ്ടല്ലേ? തീർച്ചയായും ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പം രാവിലെ തൊട്ട് അമ്പലത്തിൽ ആപാലവൃദ്ധ ജനങ്ങൾ അമ്പലത്തിൽ വരികയാണ്. അവരെ ദേശത്തിൻ്റെ ഒരു തിമർപ്പാണ് ഇത്. അത് പ്രത്യേകിച്ചും എല്ലാ സ്ത്രീ ജനങ്ങളും എല്ലാവരും ഈ അമ്പലമുറ്റത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മുഴുവൻ ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട്. എന്തായാലും ഓരോരുത്തരും തിരക്കിലാണല്ലേ? കഴിഞ്ഞ ദിവസമൊക്കെ പുലർച്ചെ, അതായത് ഇന്ന് പുലർച്ചെയൊക്കെയാണ് ഇവിടെ നിന്നും പലരും പോയതല്ലേ ഈ ഭാരവാഹികളൊക്കെ? എല്ലാവരും 4 മണിയോടുകൂടിയാണ് ഈ ക്ഷേത്ര പരിസരത്ത് പോയത്. അവരെല്ലാം തിരിച്ച് വരുന്നേ ഉള്ളൂ. അവരെല്ലാം പൂരച്ചമയത്തിൻ്റെ അവിടെയൊക്കെ തിരക്കിലായിട്ട് നിൽക്കുകയാണ്. എന്തായാലും നേരത്തെ നമ്മൾ പോയ സമയത്ത് ഈ ചമയത്തിൻ്റെ സാധനങ്ങളൊക്കെ ഓരോ ക്ഷേത്രങ്ങൾ അതിൻ്റെ ഭാരവാഹികളൊക്കെ വന്ന് വാങ്ങിക്കൊണ്ട് പോവുകയായിരുന്നു. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് പൂരം നടക്കുന്നത്. ഇവിടെയാണ് ഈ ചെറുപൂരങ്ങളെത്തി ആൽത്തറമേളമടക്കം നടക്കുന്നത്. ഇതിനു മുമ്പിൽ ഈ തിരുമുറ്റത്ത് ഒരു കുടമാറ്റം ഉണ്ടാകും, ചെറുപൂരമുണ്ടാകും. അത് കഴിഞ്ഞാണ് ആശ്രാമം മൈതാനത്തേക്ക് എത്തുന്നത്. എന്തായാലും മൈതാനിയിലും അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. ഗോപുരം, വലിയ ഗോപുരമൊക്കെ തയ്യാറായിരിക്കുന്നു. ആനകൾക്ക് നിൽക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും 11 ഗജവീരന്മാർ വീതമാണ് ഇത്തവണ ഈ ഓരോ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി അവിടെ അണിനിരക്കുക. അതോടൊപ്പം തന്നെ ഈ ചെറുപൂരങ്ങളുടെ ഭാഗമായി ആനകൾ ഇങ്ങോട്ടേക്ക് മുഴുവനായും 27ലധികം ആനകൾ ഈ പൂരത്തിൻ്റെ ഭാഗമാകുമെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും കുടമാറ്റത്തിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 11 ആനകൾ വീതം അവിടെ ഉണ്ടാകുക.
എന്തായാലും ആ ദൃശ്യങ്ങളൊക്കെ ഇനി വൈകുന്നേരത്തോടു കൂടി നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ ഒരു പൂരവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ, അതായത് ഇനിയും ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇതുപോലെ തന്നെ തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് ഒരു 10 മണിയോടുകൂടി എത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി ആളുകളും, അതായത് ഭക്തജനങ്ങളും ഇങ്ങോട്ടേക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വിഷു ദിനത്തോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകളുണ്ടായിരുന്നു. എന്തായാലും ഈ ദിവസം കൊല്ലം പൂരം, അത് എല്ലാ ഭക്തജനങ്ങളുടെയും മനസ്സിലും അതോടൊപ്പം തന്നെ കൊല്ലംകാർക്ക് തന്നെ വലിയ തരത്തിലൊരു ആവേശം പകരുന്നതാണ്. അതുതന്നെയാണ് നമ്മൾ മനോജ്, ഏറെക്കാലം മനോജ് തൃശ്ശൂർ ബ്യൂറോയിലായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി, ജനം ടി വിക്ക് വേണ്ടി, ജനം ടി വി പ്രേക്ഷകർക്ക് വേണ്ടി തൃശ്ശൂർ പൂരമൊക്കെ നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ആവേശം കൊല്ലത്തുകാർക്കുണ്ടല്ലോ അല്ലേ? തീർച്ചയായും ആവേശമുണ്ട്. അപ്പോൾ രാവിലെ അവർ അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും പൂരത്തിൻ്റെ ഒരു ആവേശം ഇല്ലേ എല്ലാവർക്കും ഉണ്ട്. കൊല്ലം പൂരത്തിൻ്റെ ആവേശം എല്ലാവർക്കും ഉണ്ട്. കൊല്ലം പൂരത്തിൻ്റെ സമാപന വിഷയം ഇന്ന് ചെറുപൂരത്തോട് പൂരം ആരംഭിക്കുന്നതാണ്. അതിനുശേഷം ആനയോട്ട്, ആനനീരാട്ട്, അത് കഴിഞ്ഞ് കൊല്ലം പൂരം. തീർച്ചയായും അത്തരത്തിൽ വിവിധ ചടങ്ങുകൾ ഉണ്ട്. എന്തായാലും ആ ആവേശമൊക്കെ ഇനി നമുക്ക് ഉച്ചയ്ക്ക് ശേഷം, അതായത് വൈകുന്നേരത്തോടു കൂടി തന്നെയാണ് കാണാൻ സാധിക്കുക. രാവിലെ എല്ലാവരും വന്ന് ക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തി അങ്ങനെ പൂരത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലൊക്കെയാണ്. ഓരോ സ്ഥലങ്ങളിലും അതിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രധാനപ്പെട്ട ക്ഷേത്രമായിട്ടുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ്. അതിൽ എല്ലാവരും, അതായത് ഓരോ നാട്ടുകാരും ഇങ്ങോട്ടേക്ക് എത്തി ഈ പൂരത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദർശനം കഴിഞ്ഞെത്തുന്ന നിരവധി ഭക്തജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിനുള്ളിലാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഈ ചുറ്റുമതിലിനുള്ളിൽ തിടമ്പൊക്കെ അങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ തിടമ്പിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതൊക്കെ തന്നെ ഈ പൂരത്തിന് ഈ ഗജവീരൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അതൊക്കെ തന്നെ കാണാനൊരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ്. ഓരോ പൂരക്കാഴ്ചയും ഓരോ മനസ്സിൽ, നേരത്തെ അനു സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശ്ശൂരും അതോടൊപ്പം തന്നെ ഇപ്പോൾ കൊല്ലത്തും ഈ ഒരു പൂരത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്നുണ്ട്. അതൊക്കെ ഇനി വൈകിട്ടോടുകൂടി നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഇതൊക്കെയാണ്. തൃക്കടവൂർ ശിവരാജു ആണ് ഇന്ന് ഇവിടെ നിന്നും, ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും തിടമ്പേറ്റുക. അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലും അവരൊക്കെ തന്നെ വളരെയധികം ഈ ആവേശമായി തന്നെ ഓരോ ആനകളെയും എത്തിച്ച് അവിടുന്ന് ഈ വാദ്യമേള ഘോഷങ്ങളോടുകൂടി എഴുന്നള്ളി വരും. അതൊക്കെ തന്നെ ഇനിയും അതിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആൽത്തറ മേളമുണ്ട്. ആ മേളപ്പെരുക്കമാണ് പ്രധാനപ്പെട്ടത്. അതായത് ഓരോ പൂരത്തിനും അതിനെയൊക്കെ തന്നെ ആവേശം പകരുന്നത് ഗജവീരന്മാരും അതോടൊപ്പം തന്നെ ഈ മേളവുമൊക്കെയാണ്. അങ്ങനെ മേളമൊക്കെ ആസ്വദിക്കാൻ ഒരുപാട് പേരെത്തും. എന്തായാലും ദർശനമൊക്കെ കഴിഞ്ഞ് ഇനി പൂരത്തിൻ്റെ ഭാഗമാവൂലേ? അതെ, പൂരത്തിൻ്റെ ഭാഗമാണ്. ആ ഒരു ആവേശമില്ലേ? ആവേശമാണ്, ഭയങ്കര ആവേശം ഞങ്ങൾക്ക്. പിന്നെ പൂരം പറഞ്ഞാൽ അതല്ലേ ഞങ്ങളുടെ ആശ്രമത്തെ പ്രധാന കാര്യം. എത്ര വർഷമായി ഈ പൂരം കാണാൻ തോന്നിയത്? 40 വർഷമായി. അല്ല, 40 വർഷമായി ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പക്ഷെ പൂരം തുടങ്ങിയ കാലം തൊട്ട് കാണുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിൽ അങ്ങനെ, നമ്മൾ തൃശ്ശൂർ പൂരമൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ തെക്കൻ ജില്ലക്കാർക്കുള്ള വലിയൊരു പൂരം തന്നെയാണ്. വലിയൊരു പൂരം തന്നെ. തെക്കൻ ജില്ലയിൽ ഇതുപോലൊരു പൂരം ഇല്ലല്ലോ എങ്ങും. ഞങ്ങൾക്ക് ആവേശമാണ്. ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാനും തയ്യാറാണ്. അങ്ങനെയാണ്. എങ്ങനെയുണ്ട്? പ്രസിഡൻ്റായിരുന്നു ഞാൻ. 6 വർഷം വനിതാ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു ഞാൻ. അപ്പോൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഭഗവാൻ വേണ്ടി എല്ലാം ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഓരോ ക്ഷേത്രങ്ങളും അങ്ങനെ മത്സരബുദ്ധിയോടുകൂടിയാണ് ഈ ഒരു പൂരത്തിൽ അങ്ങനെ എഴുന്നള്ളിച്ചുമായി വരുന്നതെന്നാ? അതെ 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 ഓരോ മത്സരബുദ്ധിയോട് തന്നെ. പുതിയാവ് ഭഗവതി, പിന്നെ കൃഷ്ണൻ, ഗണപതി, അങ്ങനെ ഓരോരുത്തർക്കും നിന്നും പൂരത്തിന് വരുന്നത് വളരെ ആവേശത്തോടു കൂടി തന്നെ. ഞങ്ങൾക്കെല്ലാം ഭയങ്കര ആവേശമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. എന്തായാലും ആശ്രമ മൈതാനിയിൽ വൈകിട്ട് കാണാമല്ലേ? വൈകിട്ട് കാണാം, തീർച്ചയായിട്ടും വൈകിട്ട് കാണാം. തുടങ്ങുന്ന സമയത്ത് 50 ആനെങ്കിലും ഉണ്ടായിരുന്നു. 50 ആനയാണ് തുടങ്ങുന്ന സമയം. ഇപ്പോഴും 11, 22. ഇപ്പോൾ ആന അധികം ആയിക്കൂടാന്നുള്ള ഇതുണ്ടാ. ആനയെ കൊടുക്കാൻ ആളുണ്ട്, ഇഷ്ടം പോലെ. ഭഗവാന് കൊടുക്കാൻ ഇഷ്ടം പോലെ ആളുണ്ട് ആനയെ കൊടുക്കാൻ. അപ്പം അധികം ആന ആയിക്കൂടാന്നുള്ളതുണ്ട്, നിയന്ത്രണം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അത്ര കുറഞ്ഞു പോയത്. എന്തായാലും ആ ഒരു ആവേശം നമുക്ക് ഇനി, അതായത് കുട്ടിക്കാലത്തെ ആവേശം അതേപോലെ തന്നെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. മരിക്കുന്നവരെ ഉണ്ട്, മരിച്ചു കഴിഞ്ഞാലും ഉണ്ട്. അങ്ങനെയാണ്. അതൊക്കെ നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെയാണ് കേൾക്കാൻ സാധിച്ചത്. എന്തായാലും ആ ഒരു ആവേശത്തിൽ തന്നെയാണ് ഓരോരുത്തരും. കൂടുതൽ സ്ത്രീകളാണ് ആ ഒരു കാര്യം, അതായത് അമ്മമാരൊക്കെ ദർശനം കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മളോട് ഇങ്ങനെ പറയുന്നത്. ഇനി ഈ 40 വർഷമായിട്ട് തൊഴുന്നേരം നിർമ്മാല്യ തൊഴുന്ന ഭഗവാൻ. അപ്പോൾ എന്തായാലും ദർശനമൊക്കെ കഴിഞ്ഞ് അവരിനി പൂരത്തിന്റെ ഭാഗമാകും. ഇന്ന് വൈകിട്ടോടുകൂടി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോരുത്തരും തത്സമയ ദൃശ്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മനോജ് തയ്യാറായി തന്നെ ഇരിക്കുക.
എന്തായാലും പ്രേക്ഷകരുടെ കമൻസ് അതുമായി ബന്ധപ്പെട്ടും വരുന്നുണ്ട്. അതിനിടയിൽ ശ്രീ സദാനന്ദൻ ഒരാൾ അന്വേഷിച്ചിട്ടുണ്ട്. രജനിയെ ഇപ്പോൾ കുറേയായി കണ്ടിട്ട് ജനം TV വിട്ടുപോയോ, അവിടെ ഉണ്ടെങ്കിൽ അന്വേഷണം പറയാൻ മറക്കരുത്, ഇവിടെ ഇല്ല. പക്ഷെ അന്വേഷണം കൃത്യമായിട്ട് എത്തിച്ചിട്ടുണ്ട്. സ്വയം കരഞ്ഞ് ഞങ്ങളെയും കരയിപ്പിച്ച് ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് പോയിരിക്കുകയാണ്. വ്യക്തിപരമായ ആവശ്യമാണ്. എന്തായാലും രജനിയെ അന്വേഷിച്ചതിലും ഓർക്കുന്നതിലും ഇങ്ങനെ വിവരങ്ങൾ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നതിലും നന്ദി. കൃത്യമായി എത്തിച്ചിട്ടുണ്ട് അന്വേഷണം. നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് കൂടി. തിരുവനന്തപുരം പാളയം ശക്തി വിനായക ക്ഷേത്രത്തിലെ അലങ്കാര ഗോപുര സമർപ്പണത്തിൻ്റെ 1ാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. ഹൈന്ദവ സമൂഹത്തിൻ്റെ ആത്മസമർപ്പണമാണ് പാളയത്തെ മതേതരത്വമായി മാറ്റിയത്. ഗോപുരം സമർപ്പിക്കാൻ കഴിഞ്ഞത് ഭഗവാന്റെ അനുഗ്രഹമെന്ന് ജനം TV MD ഉദയസമുദ്ര ഗ്രൂപ്പ് MDയുമായ ചെങ്കൽ രാജശേഖരൻ നായർ പറഞ്ഞു. ഏപ്രിൽ 14 പാളയത്തെ പ്രൗഢഗംഭീരമാക്കിയ ശക്തിവിനായക ക്ഷേത്രത്തിന്റെ ഗോപുര സമർപ്പണം. ഗോപുര സമർപ്പണത്തിന്റെ 1ാം വാർഷികവും വിശേഷാൽ പൂജകളും ഭജനയും എല്ലാമായി ഭക്തി നിർഭരമായിരുന്നു. ഗോപുരം സമർപ്പിക്കാനായത് ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് ഗോപുരം സമർപ്പിച്ച ജനം TV MDയും ഉദയസമുദ്ര ഗ്രൂപ്പ് MDയുമായ ചെങ്കൽ രാജശേഖരൻ നായർ പറഞ്ഞു. മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ബോംബെയിൽ ആണ് എൻ്റെ കർമ്മഭൂമി. 51 വർഷമാവുന്നു. ബോംബെയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലാൽബാഗ് രാജ എന്ന ഗണപതിയെ എങ്ങനെ എൻ്റെ ഈ പാളയത്ത് കൊണ്ട് ഇരുത്തും, അതിനുള്ള സ്കെച്ചെല്ലാം ഞാൻ തയ്യാറാക്കി ദേവസ്വം പ്രസിഡന്റിനെ കണ്ടു. നല്ല മനസ്സുള്ള ദേവസ്വം പ്രസിഡന്റായിരുന്നു അന്ന്, നമ്മളിപ്പോഴത്തെ മുമ്പേ ഉള്ള. അദ്ദേഹം പറഞ്ഞു ഒരു ആശയം ചെയ്യുമോ? ഞാൻ പറഞ്ഞു തീർച്ചയായും ചെയ്യാം. ശംഖുമോഹൻ ദേവി ക്ഷേത്രം ചെയ്തതിൽ അവർ വലിയ സാറ്റിസ്ഫാക്ഷനാണ്. കാരണം ശംഖുമോഹത്തെ ഇൻകം വരുമാനമൊക്കെ കൂടി, അതിൻ്റെ പ്രൗഢിയൊക്കെ കൂടി. അപ്പം അവർ വളരെ ബോർഡിൽ വെച്ച് പിറ്റേ ദിവസം തന്നെ എനിക്ക് പാസ് ചെയ്ത് ഈ ഇത് ചെയ്യാനുള്ളൊരു അനുവാദം തന്നു. 9 മാസമായിരുന്നു എനിക്ക് തന്ന സമയം. പക്ഷേ അത് ഞാൻ 8 മാസം കൊണ്ട് ഈ ക്രൗഡുള്ള സ്ഥലത്ത് ഇത്രയും രീതിയിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചതെല്ലാം ഗണപതിയുടെ ആ ഒരു സപ്പോർട്ട് മാത്രമാണ്. നൂറുകണക്കിന് ഭക്തജനങ്ങളായിരുന്നു വാർഷികാഘോഷങ്ങളുടെ ഭാഗമായത്. തങ്കമലൈ വൈഭോഗം എങ്കയും ഞാൻ കണ്ടതില്ലയേ അയ്യപ്പ, എങ്കയും ഞാൻ കണ്ടതില്ലയേ. തങ്കമലൈ സേവിത്താലും തങ്കമലൈ വൈഭോഗം എങ്കയും ഞാൻ കണ്ടതില്ലയേ അയ്യപ്പ, എങ്കയും ഞാൻ കണ്ടതില്ലയേ. ഹരിഹരസുതനെ തങ്കമലൈ സേവിത്താലും ശബരിമലൈ വൈഭോഗം. ജനം, തിരുവനന്തപുരം. കാസർഗോഡ് യുവാവ് തീ കൊളുത്തിയ യുവതി മരിച്ചു. വേടകം മണ്ണടക്കം സ്വദേശി രമിതയാണ് മരിച്ചത്. തമിഴ്നാട് സ്വദേശിയാണ് രമിതയെ തീ കൊളുത്തിയത്. ദിസ്ന സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. ദിസ്ന, എന്താണ് ഇതേപ്പറ്റി പോലീസ് പറയുന്നത്? ഒരു അതിദാരുണമായൊരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഏപ്രിൽ 8-ാം തീയതിയാണ് ഇത്തരത്തിൽ രമിതയെ, അതായത് ബേടകം മണ്ണടക്കം സ്വദേശിയാണ് രമിത. 32 വയസ്സ് മാത്രമേ ഉള്ളൂ. ഈ രമിത ബേടകത്ത് കട നടത്തുകയാണ്, പലചരക്ക് കട നടത്തുന്നു. ഈ പലചരക്ക് കട നടത്തുന്നതിനോടൊപ്പം തന്നെ ഈ തീ കൊളുത്തിയ യുവാവ് തമിഴ്നാട് സ്വദേശിയാണ്. അയാൾ അതിന് സമീപമായി ഫർണിച്ചർ കട നടത്തുന്നുണ്ട്. അയാൾ ദിവസവും വന്ന് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് രമിത ഈ കടയുടമയുടെ, അതായത് ഈ കെട്ടിടമുടമയോട് ഇത്തരത്തിൽ പരാതി പറഞ്ഞിരുന്നു. ആ പരാതിയുടെ വൈരാഗ്യം മൂലമാണ് ഇത്തരത്തിൽ ടിന്നർ ഉപയോഗിച്ച രമിതയെ ഏപ്രിൽ 8-ാം തീയതി ഇയാൾ തീ കൊളുത്തുകയായിരുന്നു. തുടർന്ന് രമിതയെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അവിടെ നിന്ന് മംഗലാപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് മരണം ഉണ്ടായിരിക്കുന്നത്. തമിഴ്നാട് സ്വദേശിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുൻവൈരാഗ്യമാണ് ഇത്തരത്തിലൊരു പ്രവൃത്തിയിലേക്ക് നയിച്ചത് എന്നൊരു കാര്യം തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അനു, ശരി ദിസ്ന.
സംസ്ഥാനത്ത് IAS തലപ്പത്ത് പോര് എന്നത് പുതിയ വാർത്തയല്ല. അതിൻ്റെ പേരിൽ, ഈ പോരിൻ്റെ പേരിൽ N പ്രശാന്ത് IAS ഇപ്പോഴും സസ്പെൻഷനിലാണ്. ഹിയറിങ്ങിന് വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പോലും വിവാദമുണ്ടായത് കഴിഞ്ഞ ആഴ്ചയാണ്. നമ്മളത് വാർത്തകളിലൂടെ സജീവമായി കണ്ടിരുന്നു. ഈ IAS തലപ്പത്തെ പോരിന് ഒരു അന്ത്യമുണ്ടാകുമോ എന്നതായിരുന്നു ഇതിലൂടെ നോക്കിയിരുന്നത്. പക്ഷേ അടുത്തൊന്നും അത്തരത്തിലൊരു വാർത്ത പ്രതീക്ഷിക്കേണ്ട എന്നാണ് തോന്നുന്നത്. കാരണം ഈ തലപ്പത്തെ പോര് തുടരുക തന്നെയാണ്. മേലുദ്യോഗസ്ഥനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു എന്നതാണ് N പ്രശാന്തിനെതിരായ കുറ്റം. ഈ വിവാദങ്ങളെ തുടർന്നാണ് N പ്രശാന്തിന് താൽക്കാലികമായിട്ടെങ്കിലും ഔദ്യോഗിക വൃത്തിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ചീഫ് സെക്രട്ടറിയും N പ്രശാന്തും നേർക്കുനേർ എത്തിയിരിക്കുന്നു എന്നതാണ് വാർത്ത. കഴിഞ്ഞ ദിവസം N പ്രശാന്ത് ഈ ഹിയറിങ്ങിന് വരാം, പക്ഷേ നിബന്ധനകളൊക്കെ ഉണ്ട് എന്ന് വച്ചിരുന്നു. അതെല്ലാം ചീഫ് സെക്രട്ടറി തള്ളുന്നൊരു കാഴ്ച കൂടി കണ്ടിരുന്നു നമ്മൾ. എന്തായാലും ബുധനാഴ്ച വൈകിട്ടാണ് ഹിയറിംഗ് നടക്കാനിരിക്കുന്നത്. പക്ഷേ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഖിൽ പാലോട്ടുമടം വിവരങ്ങളുമായി ചേരുന്നു. അഖിൽ, ഇതിനൊരു അന്ത്യമില്ലേ ഈ പോരിന്? അനു, സംസ്ഥാനത്തെ IAS തലപ്പത്തുള്ള പോര് അത് പലതവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ കുറച്ചുകൂടി അത് ചീഫ് സെക്രട്ടറിയുമായി തന്നെ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആരോപണ വിധേയനായിരുന്ന N പ്രശാന്ത് ഹിയറിങ്ങിന് എത്തുന്ന സമയത്ത് അത് ലൈവ് സ്ട്രീമായി നടത്തണം, അതോടൊപ്പം തന്നെ അത് റെക്കോർഡ് ചെയ്യണമെന്നൊരു ആവശ്യമായിരുന്നു ആദ്യഘട്ടം മുതൽ തന്നെ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത് ആദ്യം അംഗീകരിക്കാമെന്നതായിരുന്നു ചീഫ് സെക്രട്ടറിയും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ നിലപാട്. എങ്കിൽ പിന്നീട് രണ്ടാമത് അത് അനുവദിക്കാൻ സാധിക്കില്ല. വകുപ്പ് തലത്തിൽ നടക്കുന്ന ഒരു നടപടിക്രമത്തെ അത് ലൈവ് സ്ട്രീമായി ഒന്നും പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്നൊരു കാര്യമാണ് പിന്നീട് ചീഫ് സെക്രട്ടറി N പ്രശാന്തിനെ അറിയിച്ചിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിലാണ് ഫേസ്ബുക്കിൽ തന്നെ N പ്രശാന്തൻ തുറന്ന ഒരു കത്തെഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതായത് ചീഫ് സെക്രട്ടറി ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി അറിയിച്ചു, ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി തന്നോട് പറഞ്ഞതാണ്. എന്നാൽ പിന്നീട് ഇത് കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല എന്നുള്ള ഒരു വിമർശനമാണ് N പ്രശാന്തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ചീഫ് സെക്രട്ടറിയുമായി ഒരു വാക്പോര് നടത്തുന്ന N പ്രശാന്തൻ ഈ സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥരുടെ ഒരു ചട്ട റൂളുണ്ട്. ആ റൂളിന് പുറത്തേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് എന്തായാലും അച്ചടക്ക നടപടി കൂടുതലായി അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി അഖിൽ, എന്തായാലും ഇനി ഹിയറിംഗ് നടക്കുമ്പോൾ മറ്റെന്തൊക്കെയെന്നൊക്കെ കണ്ടറിയാം. അതിന് ശേഷവും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ഈ ഉദ്യോഗസ്ഥരുടെ പരസ്യ പ്രചാരണങ്ങൾക്ക് അറുതി ഉണ്ടാകുമോ, തടയിടാൻ സർക്കാരിനാകുമോ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് എത്തേണ്ടതുണ്ട്. കാരണം വീട്ടിലെ പ്രസവങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മലപ്പുറത്ത് ഒരു യുവതി മരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ പേരിലുള്ള കേസ് ഇപ്പോഴും നടക്കുകയാണ്. ഇത്തരം മരണങ്ങൾ വർദ്ധിക്കുന്നു എന്നതിൽ പോലും ഒരു നടപടി കൃത്യമായിട്ട് ഉണ്ടാകുന്നില്ല എന്നതാണ് ഖേദകരം, ദുഃഖകരം. ഇതിൽ ആശങ്ക പ്രകടിപ്പിച്ച് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയടക്കം കത്ത് നൽകിയിരുന്നു. പക്ഷേ ഇപ്പോഴും സർക്കാർ മൗനത്തിൽ തന്നെയാണ്. ശക്തമായ നിയമനിർമ്മാണം ആവശ്യമുണ്ട്, മറ്റ് തുടർ നടപടികൾ ആവശ്യമുണ്ട്, വ്യാപകമായ ബോധവൽക്കരണം ആവശ്യമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിൽ സർക്കാരും വിശേഷാൽ ആരോഗ്യ വകുപ്പും ഇപ്പോഴും മൗനം പാലിക്കുന്നു എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാവുന്നത്. വിനീഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. വിനീഷ്, ഈ വീട്ടിലെ പ്രസവങ്ങൾ വരുത്തി വയ്ക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ മതിയായ പരിചരണം ലഭിക്കാതെ അമ്മയും കുഞ്ഞും മരിക്കുന്നൊരു സാഹചര്യമൊക്കെ ആവർത്തിച്ച് നടക്കുമ്പോഴും അത് വാർത്തയാകുമ്പോഴുമൊക്കെ ഈ ആരോഗ്യ വകുപ്പ് മാധ്യമങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ആരോഗ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നു എന്നല്ലാതെ എന്തുകൊണ്ടാണ് ഒരു നടപടിയും എടുക്കാത്തത്? ലോകത്താകമാനം അല്ലെങ്കിൽ രാജ്യത്താകമാനം നോക്കുമ്പോൾ സംസ്ഥാനമാണ് ആരോഗ്യത്തിൽ ഒന്നാം സ്ഥാനത്ത് എന്ന് കൊട്ടിഘോഷിക്കുന്ന സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിയുമാണ് നമുക്കുള്ളത്. ആ മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് കഴിഞ്ഞ കുറേ നാളുകളായി വലിയ രീതിയിലുള്ള അലംഭാവം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് വീടുകളിലെ പ്രസവം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2023-24 ആ ഒരു കാലഘട്ടം, ആ ഒരു കഴിഞ്ഞ വർഷം നമ്മൾ കണക്കുകൾ
പരിശോധിക്കുമ്പോൾ 523 പ്രസവങ്ങളാണ് വീടുകളിൽ നടന്നത്. ഇതിൽ 253 പ്രസവങ്ങൾ നടന്നത് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചാണ്. ഈ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചാണ് വീടുകളിലെ പ്രസവങ്ങൾ വലിയ തോതിൽ കാണപ്പെടുന്നത്. അതൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായി പോലും അത്തരത്തിൽ വീടുകളിൽ പ്രസവങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം. പല ഘട്ടങ്ങളിലായി ഇതിനെതിരെ നിയമ നടപടി വേണമെന്ന ആവശ്യം ഉയരുമ്പോഴും സർക്കാർ ഒരു മതവിഭാഗത്തിൻ്റെ കാര്യം എന്ന തരത്തിൽ അതിനെ ആ കേസുകളെ ഒതുക്കി തീർക്കാൻ ആരോഗ്യ വകുപ്പാകട്ടെ ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും അത്തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മരണപ്പെട്ട കുഞ്ഞുങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ അത് 18ലേക്ക് എത്തി നിൽക്കുകയാണ്. ഇങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള അലംഭാവമുണ്ടാകുന്നു. ഒരു ജില്ല അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ മാത്രം 253 ആകെ സംസ്ഥാനത്തിൻ്റെ ആകെ നോക്കുമ്പോൾ 523 പ്രസവങ്ങളാണ് വീട്ടിൽ നടന്നത്. അതിൽ 253 പ്രസവങ്ങളും നടന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ്. ഇങ്ങനെ ആ ഒരു ജില്ല കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ അധികമായി വീടുകളിൽ പ്രസവം നടക്കുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കേണ്ട സംവിധാനമാണ് സർക്കാരിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും. ഈ ഭാഗങ്ങളിലൊന്നും തന്നെ കൃത്യമായ ഒരു നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഒപ്പം തന്നെ ഈ വീടുകളിലെ പ്രസവങ്ങളിൽ പ്രത്യേക നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ട്, നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട് എന്ന ആവശ്യം പല ഘട്ടങ്ങളിലായി ഉയരുന്നുണ്ട്. സംസ്ഥാനത്തെ ഡോക്ടർമാരുടെ സംഘടന തന്നെ, സർക്കാർ ഡോക്ടർമാരുടെ സംഘടന തന്നെ ഈ ആവശ്യം പല ഘട്ടങ്ങളിലായി ഉന്നയിച്ചു സർക്കാരിന് മുന്നിൽ. പക്ഷേ സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇതിനെതിരെയാണ് സർക്കാർ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും ഉയരുന്നത്. ഇനിയെങ്കിലും സർക്കാർ ഇതിൽ പുതിയ നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് കൃത്യമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണം. ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ ഈ ജില്ലകളിൽ നൽകേണ്ടതുണ്ട് എന്ന ആവശ്യകതയാണ് ഉയരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടാകുമ്പോൾ പോലും അതിനെ അനുകൂലിക്കുന്ന നിലപാട് അല്ലെങ്കിൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ട സർക്കാർ തന്നെ സർക്കാർ തന്നെ അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു സാഹചര്യത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം മലപ്പുറത്ത് ഇത്തരത്തിലുള്ള ഒരു മരണം സംഭവിച്ചപ്പോൾ മാത്രമാണ് ഇത് വലിയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതെങ്കിൽ പോലും നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് 2023-24 കാലഘട്ടത്തിൽ 523 വീടുകളിലെ പ്രസവങ്ങൾ സംസ്ഥാനത്തുടനീളം നടക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രസവം നടന്നിട്ടുള്ള ജില്ല നമ്മൾ പരിശോധിക്കുമ്പോൾ മലപ്പുറം ജില്ലയാണ്. 253 വീടുകളിൽ ഇത്തരത്തിൽ വീടുകളിൽ പ്രസവം നടന്നിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നടപടികൾ ഉണ്ടാകുന്നില്ല. 18 കുഞ്ഞുങ്ങളാണ് ഈ വീടുകളിലെ പ്രസവങ്ങളിൽ മരണപ്പെട്ടത് എന്നതാണ് ആരോഗ്യവകുപ്പിൻ്റെ കയ്യിലുള്ള കണക്കുകൾ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ കൂടുതൽ പ്രസവങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്, മലപ്പുറം ജില്ലകളിൽ നടന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സർക്കാരിൻ്റെ കയ്യിലുള്ള കണക്കുകൾ മാത്രമാണ്. ഇതിനെതിരെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ സർക്കാർ ഡോക്ടർമാരുടെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയുണ്ട് എന്നതും അവർ സംഘടിപ്പിച്ച ഒരു ബിരുദദാന സമാനമായ ചടങ്ങ് ഉണ്ടായിരുന്നു എന്നതിൻ്റെയും വാർത്തകൾ തെളിവ് സഹിതം നമ്മൾ എത്തിച്ചിട്ടും ആരോഗ്യവകുപ്പും സർക്കാരും ഇപ്പോഴും അതിന്മേൽ പോലും മൗനത്തിൽ തന്നെയാണ്. 2 മാസം പിന്നിടുന്നു. പക്ഷേ സമരത്തീ ജ്വാല കെടാതെ ഒരു കൂട്ടം ആളുകളുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന ആശമാരെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. എന്തായാലും കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഈ സമരം. കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ രാപ്പകൽ സമരത്തിന് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന വലിയ പിന്തുണ അതവർ എടുത്ത് പറയുന്നുമുണ്ട്. എന്തായാലും നിരാഹാര സമരം ഈ ആഴ്ച 30ാം ദിവസത്തിലേക്ക് കൂടി കടക്കുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് വിവരങ്ങളുമായി. പ്രശാന്ത്, ഇത്രമേൽ കടുപ്പിച്ചിട്ടും ഇത്രമേൽ ജനപിന്തുണ ലഭിച്ചിട്ടും എന്തുകൊണ്ട് സർക്കാർ മൗനത്തിൽ തന്നെ ഇപ്പോഴും? ഈ വനിതാ സമരങ്ങളോട്, സ്ത്രീ സമരങ്ങളോട് പിണറായി സർക്കാരിന് എന്തുകൊണ്ട് ഇത്ര അസഹിഷ്ണുത എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഏറ്റവും പ്രധാന ഉദാഹരണമായി എടുത്തു പറയുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന 2 സമരങ്ങൾ. ഒന്ന് ആശാ വർക്കർമാരുടെ സമരം, മറ്റൊന്ന് വനിതാ
PCEO ഉദ്യോഗാർത്ഥികളുടെ സമരം. എന്തായാലും ആശമാരുടെ സമരത്തിലേക്ക് കടക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് ഇനിയും കേൾക്കാൻ സർക്കാർ അതേ രീതിയിൽ തന്നെ തയ്യാറാവുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. പ്രശാന്ത്, എന്താണ് ഇനി അടുത്ത സമരമുറ? സമരം ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. രണ്ട് സമരങ്ങൾ സർക്കാരിന് എതിരായി അല്ലെങ്കിൽ സർക്കാരിന് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റണമെന്ന അടക്കമുള്ള ആവശ്യങ്ങളുമായി രണ്ട് സമരങ്ങൾ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ്. ഇവിടെ ആശാസമരമാണ് ഒന്ന്. ഈ ആശാസമരത്തോട് ആരംഭിച്ചത് മുതൽ തന്നെ കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതിയാണ് ഈ സമരം ആരംഭിക്കുന്നത്. സമരം ആരംഭിച്ചത് മുതൽ തന്നെ സർക്കാർ വെച്ചു പുലർത്തുന്ന നയം ഈ സമരക്കാർക്ക് എതിരാണ്. ഇന്ന് അത് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങൾ പിന്നിടുമ്പോഴും 60 ദിവസത്തിൽ പരം പിന്നിടുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഒരു അനുകൂല പ്രതികരണം ഇവിടെ നിന്നും ഉണ്ടാകുന്നുമില്ല. പലതവണ ചർച്ച നടന്നു. ആരോഗ്യമന്ത്രിയുമായും തൊഴിൽ വകുപ്പ് മന്ത്രിയുമായും അടക്കം ചർച്ച നടന്നു. പല രീതിയിലുള്ള സംഗമങ്ങൾ സംഘടിപ്പിച്ചു, പല രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇത്തരം പ്രതിഷേധങ്ങളെല്ലാം നടക്കുന്നതല്ലാതെ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റൊരു നടപടികളും സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇപ്പോഴും സമരം തുടരുകയാണ്. 27 ദിവസമായി നിരാഹാര സമരം ഇവിടെ ആരംഭിച്ചിട്ട് 27 ദിവസം. രാപ്പകൽ സമരം 65 ദിവസവും. ഈ 65 ദിവസവും 27 ദിവസവും പിന്നിടുമ്പോഴും സർക്കാർ സ്വീകരിക്കുന്ന സമീപനങ്ങൾ അത് ഒന്നു തന്നെയാണ്. ഇത്രയും സ്ത്രീകൾ ഇവിടെ ഇങ്ങനെ നിരാലംബരായി ഈ തെരുവിൽ അലയുന്നൊരു സാഹചര്യം. ആ തെരുവിൽ അലയുമ്പോഴും അവർക്ക് അനുകൂലമായ ഒരു നടപടിയെടുക്കുവാനുള്ള യാതൊരുവിധ തീരുമാനങ്ങളും സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും നമുക്ക് എടുത്തു പറയാനുള്ളത്. സമരം വീണ്ടും ശക്തമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും പൗരസാഗരം എന്നൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ ഇവർക്ക് ഐക്യദാർഢ്യവുമായി എത്തുകയും ചെയ്തിരുന്നു. ഇത്തരം സ്ത്രീപക്ഷ സമരങ്ങളോട് സ്ത്രീപക്ഷ സമരങ്ങൾ നടക്കുമ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് നമുക്ക് നേരത്തെ അറിയാം. പലതവണ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്, സംസാരിച്ചതാണ്. പൊമ്പളെ ഒരുമ അടക്കമുള്ള സമരങ്ങൾ, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ അടക്കം നടന്ന സ്ത്രീപക്ഷ സമരങ്ങളോട് സർക്കാർ സ്വീകരിച്ച സമീപനങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സമാനമായ സാഹചര്യം തന്നെയാണ് ഇവിടെയും ഉണ്ടാകുന്നത്. ഇത്രയും ദിവസം 65 ദിവസവും 27 ദിവസവും പിന്നിടുമ്പോഴും ഈ സർക്കാർ സ്വീകരിക്കുന്ന സമീപനങ്ങൾ അതൊന്നു തന്നെയാണ്. അതിന് യാതൊരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. സമരം അതോടൊപ്പം തന്നെ ഇവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം ആരംഭിച്ചത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യം വർദ്ധിപ്പിക്കുക എന്നതടക്കമുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ. ആ അടിസ്ഥാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ ആശമാർ സമരം ആരംഭിക്കുന്നത്. നമുക്കറിയാം നേരത്തെ ഈ കോവിഡ് കാലത്തടക്കമുണ്ടായിട്ടുള്ള ആശമാരുടെ സേവനം പല സമയങ്ങളിൽ പോലും മനുഷ്യൻ ചെന്നെത്താൻ മടിച്ചിരിക്കുന്ന, ഭയപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന സമയത്തെല്ലാം ആശമാർ ആരോഗ്യ പ്രവർത്തകരായി അവിടെ ഓടുകെത്തുകയും ആശ്വാസത്തിൻ്റെ വാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് അവിടേക്ക് എത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഇത്തരം ജനങ്ങൾക്ക് ഒരു അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ, പ്രാഥമിക ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ ഓടി നടന്ന ആശമാരോടാണ് ഇന്ന് സർക്കാർ ഈ ക്രൂരത കാണിക്കുന്നതെന്നാണ് നമുക്ക് പറയാനുള്ളത്. പൊതുസമൂഹവും അത് തന്നെയാണ് വിലയിരുത്തുന്നത്. ഇത്തരത്തിൽ ഇവരെ ഇങ്ങനെ തെരുവിൽ വലിച്ചിഴയ്ക്കാതെ, തെരുവിൽ അലയാൻ അനുവദിക്കാതെ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തുകൊണ്ട് അവരെ അവരുടെ വീടുകളിലേക്ക് എത്തുവാൻ, അവരുടെ വീടുകളിലേക്ക് പോകുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം വിഷു ആയിരുന്നു. വിഷു ദിനത്തിലും ഇവിടെ ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കണിയൊരുക്കിക്കൊണ്ട് പ്രതിഷേധിച്ചിരുന്നു. നിരവധി ആശാപ്രവർത്തകർ, അമ്മമാർ ഇവിടെ തന്നെ താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി, കണിയൊരുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇത്തരത്തിൽ ലോകം അല്ലെങ്കിൽ ലോക മലയാളികളെല്ലാവരും ഇത്തരം വിഷു ആഘോഷിക്കുമ്പോൾ, കണി കാണുമ്പോൾ, നല്ല പട്ടുവസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ച് ജീവിക്കുമ്പോൾ ഈ ആശമാർക്ക് തെരുവിൽ അലയേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി തീർക്കുകയും ചെയ്തത് ഇവിടുത്തെ ഭരണകൂടമാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർത്തത്. എന്തായാലും സമരം ഇങ്ങനെ അനിശ്ചിതമായി തുടരുന്നതിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അടിയന്തരമായി ഇതിനൊരു പരിഹാരം കാണണം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്നതാണ് ഈ പൊതുസമൂഹവും പറയുന്നത്. മാത്രമല്ല മറ്റൊന്ന്, ഇനി വരാനിരിക്കുന്നത് തെരഞ്ഞെടുപ്പുകളാണ്. തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കാൻ ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനും അതിനും മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതെല്ലാം ബാലറ്റിലൂടെ ജനങ്ങൾ മറുപടി പറയുമെന്ന് തന്നെയാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുകയും ചെയ്യുന്നത്. കാരണം ഇത്തരം പ്രതിഷേധങ്ങളോടെ സർക്കാർ കാണിക്കുന്ന സമീപനങ്ങൾ, സമീപനത്തിന് ജനങ്ങൾ മറുപടി പറയുന്ന ഒരു സമയം വൈകാതെ ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്യുന്നു. മറ്റൊന്ന് എന്ന് പറയുന്നത്, ഇത്തരം സമരങ്ങൾ നടക്കുമ്പോഴാണ് PSC ചെയർമാൻ ശമ്പളം കൂട്ടുന്നത്, ആഡംബര ബംഗ്ലാവുകൾ, മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുന്നത്, ധനകാര്യ വകുപ്പിലെ വാഹനം പുതിയതായിട്ട് മാറുന്നത്, ഇങ്ങനെ അടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തെ സമരത്തിലെ ഇങ്ങനെയുള്ള സമരത്തെ അവഗണിക്കുമ്പോൾ ഇങ്ങനെയുള്ള അതിവ്യയം അതും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നത് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരം അതിവ്യയങ്ങൾ നടക്കുമ്പോഴാണ് സർക്കാർ
ഈ പാവങ്ങളായ ആശമാരുടെ അടിസ്ഥാന ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്ന ഒരു സമീപനവും ചെയ്യുന്നത്. എന്തായാലും സമരം 65 ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നിരാഹാരം കിടക്കുന്ന സ്ത്രീകളാണ്, അമ്മമാരാണ് ഇവിടെ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത്. ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമീപനം സർക്കാരും തുടരുകയാണ്, ആരോഗ്യവകുപ്പും തുടരുകയാണ്. അനു, ശരി പ്രശാന്ത്. കാക്കിക്കുള്ളിലെ സഹോദരങ്ങളായ 2 കർഷകരെ ഇനി പരിചയപ്പെടാം. ചേർത്തല സ്വദേശികളായ വിനീഷും വിനോദ് കുമാറുമാണ് ജോലി തിരക്കുകൾക്കിടയിലും കൃഷിയെ സ്നേഹിച്ച് 100 മേനി വിജയം കൊയ്യുന്ന പോലീസുകാർ. ചേർത്തല പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ വിനീഷും മാരാരുകുളം സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന വിനോദ് കുമാറും കാക്കി ഊരിയാൽ പിന്നെ കൃഷിയിടത്തിലെ തനി കർഷകരാണ്. കർഷകനായിരുന്നു ഇവരുടെ അച്ഛൻ ദാമോദരൻ. ചെറുപ്പത്തിലെ കണ്ടുപഠിച്ച കൃഷി സർക്കാർ ജോലി ലഭിച്ചിട്ടും ഉപേക്ഷിക്കാൻ വിനീഷും വിനോദും തയ്യാറായില്ല. 1 ഏക്കർ പാടത്ത് വഴുതന, കപ്പ, വെള്ളരി, തണ്ണിമത്തൻ, വെണ്ട, കണിവെള്ളരി, ചീര, പച്ചമുളക്, പൊട്ടുവെള്ളരി തുടങ്ങിയവയാണ് കൃഷികൾ. പൂർണ്ണമായും ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് കൃഷി. ആധുനിക ഇറ്റാലിയൻ കൃഷിരീതിയും ഭാഗികമായി കൃഷിയിടത്തിൽ പരീക്ഷിച്ചിട്ടുണ്ട്. കൃഷി പണ്ടുപോലെ തന്നെ അച്ഛനും അമ്മയും ഒക്കെ കൃഷി രംഗത്തായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രയോജനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ മാരാരുകുളം പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നു. അനിയൻ ചേർത്തല. കൃഷി ചെയ്തിരിക്കുന്ന പ്രധാനമായിട്ടും വെണ്ട, വെള്ളരി, ചീര ആദ്യത്തേതിൽ തന്നെ ബാച്ച് കഴിഞ്ഞു. ഇപ്പോൾ വെണ്ട, വെള്ളരി, തണ്ണിമത്തൻ, പൊട്ടുവെള്ളരി. അതിനനുസരിച്ച് ജൈവ കീടനാശിനികളായിട്ടുള്ള സ്യൂഡോമോണസ്, വെർട്ടിസീലിയം അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രാസകീടനാശിനികളൊന്നും തന്നെ നമ്മൾ ഉപയോഗിക്കാറില്ല. പുലർച്ചെ മുതൽ കൃഷിയിടത്തിൽ ജോലി ചെയ്ത ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക. ഇതിനുള്ളിൽ വളമിടലും പരിചരണവും വിളവെടുപ്പുമൊക്കെ നടത്തും. ഇരുവരുടെയും കുടുംബങ്ങളും പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. പോലീസ് സ്റ്റേഷനിലെ വീർപ്പുമുട്ടിക്കുന്ന ജോലികളിൽ നിന്നും മാനസിക ഉല്ലാസവും സന്തോഷവും കൃഷിയിടത്തിലെത്തുമ്പോൾ ലഭിക്കുമെന്ന് ഇവർ പറയുന്നു. ഒട്ടേറെ ആൾക്കാർ നമുക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ നമ്മുടെ വീട്ടിൽ വന്ന ഒത്തിരി സാധനങ്ങൾ നമ്മൾ ഇപ്പോൾ വൈഫ് ജോലി ചെയ്യുന്ന കിൻഡർ ഹോസ്പിറ്റലിലെ മുഴുവൻ സ്റ്റാഫും ഏറെക്കുറെ മുഴുവൻ ആൾക്കാരും നമ്മുടെ വീട്ടിൽ നിന്ന് പച്ചക്കറിയും പൊട്ടുവെള്ളരിയും തണ്ണിമത്തനും എല്ലാ വിളവുകളും അവർ തന്നെ ഫുള്ളായിട്ട് അവർക്ക് വേണമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിളവുകൾ കഞ്ഞിക്കുഴിയിലെയും സമീപ പ്രദേശങ്ങളിലെയും പച്ചക്കറി സ്റ്റാളുകൾ വഴിയാണ് വിൽക്കുന്നത്. കൃഷി ഇനിയും വിപുലപ്പെടുത്താനാണ് ഇരുവരുടെയും ആഗ്രഹം. ജനം, ആലപ്പുഴ. നേരത്തെ ആശമാരുടെ സമരത്തിൽ വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ നിരാഹാര സമര വാർത്തയിലേക്ക് എത്താം. അത് 13ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ഏപ്രിൽ 19-ന് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കും. ഈ സമയത്തും പ്രതിഷേധം ശക്തമാക്കി വനിതാ CPO ഉദ്യോഗാർത്ഥികൾ രംഗത്തുണ്ട്. ഏതായാലും നിരാഹാരത്തിനൊപ്പം സ്വന്തം രക്തം കൊണ്ട് പ്ലക്കാർഡ് എഴുതിയായിരുന്നു ഇന്നലെ, അതായത് വിഷുദിനത്തിലെ സമരം അവർ നടത്തിയത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് വിവരങ്ങൾ നൽകും. പ്രശാന്ത്, ഈ സമരത്തോട് സർക്കാരിന്റെ നിലപാട് എന്താണ്? അങ്ങനെ ഈ സമരം എന്നതല്ല, സമരങ്ങളോടെല്ലാം സർക്കാരിന് ഒരു നിലപാട് മാത്രമേ ഉള്ളൂ. അത് നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ്. അത് ആശമാരോടായാലും ശരി, CPO ഉദ്യോഗാർത്ഥികളോടായാലും ശരി, സമരങ്ങളോടുള്ള ഒരേ ഒരു നിലപാട് മാത്രമാണ് നിഷേധാത്മകമായിട്ടുള്ള നിലപാട്. അവരെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമീപനം മാത്രമാണ്. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ അത് സർക്കാരിനെതിരായ സമരമാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ആ സമരത്തെ തച്ചു തകർക്കുവാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തും നടക്കുന്നുണ്ടായിരുന്നു. CPM-ന്റെ സൈബർ വിഭാഗങ്ങൾ അടക്കം ഇടപെട്ടുകൊണ്ട് അധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടും മറ്റ് സമരത്തിലെ രാഷ്ട്രീയ ചായ്വുകൾ ചാർത്തിക്കൊണ്ടും രാഷ്ട്രീയ മുദ്രകൾ ചാർത്തിക്കൊണ്ടും അങ്ങനെ സമരത്തെ നശിപ്പിക്കുവാനുള്ള സമീപനങ്ങൾ നടത്താറുണ്ട്. അത് തന്നെയാണ് ഇവിടെയും തുടരുന്നത്. കഴിഞ്ഞ ദിവസം അവരുടെ ജീവരക്തം കൊണ്ടാണ് CPO ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്തത്. അങ്ങനെ ഓരോ ദിവസവും തുടർ സമരങ്ങൾ എന്ന നിലയിൽ പോവുകയാണ്. ഇനി 4 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. 4 ദിവസം എന്ന് പറയുമ്പോൾ കലണ്ടർ ദിവസമാണ് 4 ദിവസം. പ്രവൃത്തി ദിവസം നമ്മൾ കണക്കാക്കാമെങ്കിൽ ഒരു 3 ദിവസം മാത്രമാണ് ഈ പ്രവൃത്തി ദിവസമായിട്ട് കണക്കാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു സമരം ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളത് കൊണ്ട് തന്നെയാണ് സമരം ശക്തമാക്കുകയും ചെയ്തത്. നിരവധി ഉദ്യോഗാർത്ഥികൾ അവരിപ്പോൾ എഴുന്നേറ്റ് വരുന്നത് മാത്രമേ ഉള്ളൂ. നേരം വെളുത്ത് വരികയാണ്. ഇവിടെയാണ് രാത്രി അന്തി ഉറങ്ങിയത്. അതിനുശേഷം ഇവിടെയാണ് ഈ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രം പോകുന്നതല്ലാതെ ബാക്കി മുഴുവൻ സമയം കഞ്ഞിയും കുടിച്ചുകൊണ്ട് ഇവിടെ തന്നെയാണ് കഴിച്ചു കൂട്ടുകയും ചെയ്തത്. അങ്ങനെ സമരം ഇവിടെ തുടരുകയാണ്. പലപ്പോഴും
ഇത്തരത്തിൽ സമരങ്ങളോട് സ്വീകരിക്കുന്ന സമീപനങ്ങളും പ്രധാനമായും ഈ CPO സമരം ഉദ്യോഗാർത്ഥികളുടെ സമരം ഇവിടെ വന്നതിന് ശേഷം സർക്കാർ സ്വീകരിക്കുന്ന സമീപനമെല്ലാം നമുക്ക് കണ്ടതാണ്. ഇന്ന് 14ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സമരം വീണ്ടും ശക്തമാക്കിയാണ്. എന്താണ് ഇനി തുടർ സമരങ്ങൾ എന്ന നിലയിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾ ശക്തമായ സമരം മുറയുന്നതിന് പകരം ഗവൺമെൻറ് ഞങ്ങളെ കാണും, അതിനുവേണ്ടിയുള്ള സമരം മുറയാണ് ഞങ്ങളിന്ന് സമരത്തിൽ പറയുന്നത്. ശക്തമായ സമരം പറയുന്നത് ഞങ്ങൾ ഗവൺമെൻറ്റിനെ കാണാൻ വേണ്ടി ചെയ്യുന്നത്, അല്ലാതെ ശക്തമായി ഗവൺമെൻറ് എതിർക്കുക എന്നുള്ള രീതിയിൽ ചെയ്യുന്നതല്ല. ഇന്ന് ഞങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചിരിക്കും. നിങ്ങളെ ശ്രദ്ധിക്കുക, ഗവൺമെൻറ് എങ്ങനെയെങ്കിലും നിങ്ങളുടെ പരിദേവനങ്ങൾ മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക എന്ന നിലയിലാണ് ഈ സമരങ്ങളെല്ലാം തുടരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ രക്തം കൊണ്ട് എഴുതിയതും അതോടൊപ്പം തന്നെ മുട്ടിട്ട് ഇഴഞ്ഞതും ഉപ്പുകല്ലിൽ നിന്നതും, അങ്ങനെ ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഇന്ന് അങ്ങനെ എന്തെങ്കിലും തുടർ സമരങ്ങൾ എന്തെങ്കിലും പദ്ധതി ഇട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇന്ന് ഞങ്ങൾ പറയട്ടെ, കഴുത്തിൽ ഞങ്ങളൊരു കറുത്ത തുണിയിട്ട് നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് അവസാന നിമിഷം ഏതൊരു മരിക്കാൻ പോകുന്ന ഒരാളോട് അവസാന നിമിഷമാണെങ്കിൽ ആരെങ്കിലും ചോദിക്കുക എന്താണ് നിങ്ങളുടെ അവസാന ആഗ്രഹം എന്ന് ചോദിക്കും. അതുപോലെ ഞങ്ങളോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. അതിൻ്റെ പ്രതീകാത്മകമായിട്ട് ഞങ്ങൾ അങ്ങനെ കറുത്ത തുണിയിട്ട് നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുഖത്ത് കറുത്ത തുണിയാണ് ഞാൻ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ വേറൊരു ഉദ്യോഗാർത്ഥി നിൽപ്പുണ്ട്. ആ ഉദ്യോഗാർത്ഥി ഇടുക്കിയിൽ നിന്നാണ് വരുന്നത് അല്ലേ? അടുത്ത ആഴ്ച ഈ ഉദ്യോഗാർത്ഥിയുടെ കല്യാണം നടക്കാൻ പോകണം. എന്താ പേര്? കാർത്തികയുടെ കല്യാണം അടുത്ത ആഴ്ചയാണ്. ആ കാർത്തികയാണ് ഇവിടെ സമരവേദിയിലേക്ക് എത്തുകയും ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരോടൊപ്പം നിൽക്കുന്നത്. ഈ കല്യാണം കൂടി നടക്കാൻ പോകുന്ന സമയത്താണ് ഇവിടെ സമരവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഒന്ന് വന്നതായിരുന്നു സമരം തുടങ്ങിയ ദിവസം. അത് കഴിഞ്ഞ് 4-ാം തീയതി തിരിച്ചു പോയി. കല്യാണത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നിട്ടും ഇവർ സഹിക്കുന്ന വേദനകളൊന്നും കണ്ടിട്ട് നമുക്കവിടെ ഇരിപ്പറയ്ക്കുന്നില്ല. പിന്നെ വീട്ടിൽ നിന്ന് തീരെ സമ്മതിക്കുന്നില്ല പിന്നെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ വീട്ടിലും കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ വീട്ടിലൊക്കെ പറഞ്ഞ് ഒരുപാട് സമ്മതിപ്പിച്ചിട്ടാണ് ഇന്ന് വീണ്ടും ഇവിടെ വന്നത്. നാളത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഞങ്ങളുടെ ഏക പ്രതീക്ഷ. അതിൽ ഞങ്ങൾക്ക് വേക്കൻസി വന്ന ഒരു ജോലിയായിട്ട് തിരിച്ച് എൻ്റെ അമ്മയുടെ അടുത്തേക്കും അവൻ്റെ അമ്മയുടെ അടുത്തേക്കും ചെല്ലാൻ എനിക്ക് സാധിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്താ പറഞ്ഞ ഭാവി വരൻ ഈ സമരത്തിലേക്ക് വരുന്നത് പറഞ്ഞപ്പോൾ? എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. ആൾ എന്നെ ഇവിടെ കൊണ്ട് ആക്കിയിട്ട് പോയതാ. ആൾ ഫുൾ സപ്പോർട്ടാണ്. എല്ലാ കാര്യങ്ങൾക്കും എക്സാം തുടങ്ങി ഫിസിക്കലിൻ്റെ സമയത്തും എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് നിന്ന ആളാണ് എൻ്റെ പാർട്ട്ണർ. അതിലെനിക്ക് വേറെ ഇതൊന്നുമില്ല. ആൾ നല്ല സപ്പോർട്ടാണ്. എൻ്റെ വീട്ടിൽ എനിക്ക് അമ്മയും അനിയനും മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. ഇപ്പം എന്നാലും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല. ഇനി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അനിയൻ്റെ ഏക വരുമാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് എൻ്റെ അമ്മയും അനിയനും പ്രതീക്ഷ മാത്രമാണ് ഉള്ളൂ. എൻ്റെ അമ്മയും അനിയനും ഒരിക്കലും എന്നോട് വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ട് നീ കുടുംബം നോക്കുന്ന ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നെക്കാളും തന്നെ അവന് പറ്റാത്ത പണിയെടുത്തിട്ടാണ് ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുന്നത്. അപ്പം എനിക്ക് എത്ര വയസ്സുണ്ട്? അവന് എന്നെക്കാളും ഇളയതാ, 23 വയസ്സേ ഉള്ളൂ. എല്ലാ പിള്ളേരും കളിച്ച് നടക്കുന്ന പ്രായത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ അനിയൻ. എനിക്ക് എന്തെങ്കിലും ഒന്നായിട്ട് വേണം അവനെ ഒന്ന് പഠിപ്പിച്ച് അവൻ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് അവനെ ഒന്ന് എത്തിക്കാൻ. പിന്നെ എൻ്റെ അമ്മ ഒരുപാട് കാലമായി എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ കഷ്ടപ്പെടുന്ന എൻ്റെ അമ്മേനെ ഒരു ദിവസമെങ്കിലും എൻ്റെ അമ്മ പണിയെടുക്കാതെ ഒന്ന് വീട്ടിൽ ആ സമാധാനമായിട്ടിരിക്കുന്ന കണ്ടിട്ട് മരിക്കണമെന്ന് മാത്രമേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. ദൈവം നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇതൊക്കെ തന്നെയാണ് ഈ വേദനകളെന്ന് പറയുന്നത്. കാരണം ഇത്തരം ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഈ പ്രതീക്ഷകളൊക്കെയാണ് അവർക്ക് മുന്നിലുണ്ടാകുന്നത്. കാരണം അവരുടെ പ്രതിസന്ധികൾ, കുടുംബത്തിൻ്റെ പ്രതിസന്ധികൾ ഇതെല്ലാം മാറാൻ തനിക്ക് ഈ റാങ്ക് ലിസ്റ്റിലൂടെ കഴിയും, ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ കഴിയും, ഇതിനെ കുടുംബത്തെ ഉയർത്തിയെടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷയാണ് സർക്കാരിൻ്റെ ഇത്തരം നടപടികളിലൂടെ എല്ലാം അസ്തമിച്ചു പോകുന്നത്. നമുക്ക് ഈ കുട്ടിയെ പറഞ്ഞത് തന്നെ ഏറ്റവും സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. കാരണം ഒരു കുടുംബത്തെ പോറ്റാനുള്ള ഒരു അവസാനവട്ട ഒരു കച്ചിത്തുരുമ്പായിരുന്നു ഈ ജോലി എന്നത്. ഈ CPO റാങ്ക് ലിസ്റ്റിൽ വന്നതിന് പിന്നാലെ അത് വലിയ പ്രതീക്ഷയോടെയാണ്, ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് വരുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് ഇവർ ഇതെല്ലാം നോക്കിക്കണ്ടത്. എന്നാൽ ഇനിയൊരു 2 ദിവസം കൂടി കഴിയുമ്പോൾ ഈ പ്രതീക്ഷയെല്ലാം അസ്തമിക്കുന്ന ഒരു സാഹചര്യം. മന്ത്രിസഭാ യോഗം ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുമോ അല്ലെങ്കിൽ ഈ വിഷയം പോലും ചർച്ചയാക്കുമോ എന്നതൊക്കെയാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഇനി നമുക്ക് ദേശീയ അന്തർദേശീയ വാർത്തകളിലേക്ക് എത്താം. രാജ്യം രാജ്യാന്തരം. ബംഗാൾ കലാപത്തിന് പിന്നിൽ SDPI വഖഫ് ഭേദഗതി നിയമത്തിലൂടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് SDPIയുടെ വ്യാജ പ്രചരണം. ഇത് പോലീസ് സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഇതേ തുടർന്നാണ് മുസ്ലിം വിഭാഗങ്ങൾ പ്രകോപിതരായതെന്നും പോലീസ് പറയുന്നു. ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, ഏറെ ശ്രദ്ധേയമെന്നുള്ളത് SDPI നടത്തിയ വ്യാജ പ്രചരണങ്ങൾക്ക് പിന്നാലെയാണ് ഇങ്ങനെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്, ഇപ്പോഴും തുടരുന്നത് എന്നതാണ്.
പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് നിലവിൽ കലാപം രൂപപ്പെട്ടത്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഇസ്ലാമിക സംഘടനകൾ നടത്തിയ പ്രതിഷേധം പിന്നീട് കലാപ കലുഷിതമാവുകയായിരുന്നു. ഇതിൽ മുർഷിദാബാദിൽ 3 പേർ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല, ഏതാണ്ട് 500ഓളം ഹിന്ദു കുടുംബങ്ങൾ അവിടെ നിന്നും പലായനം ചെയ്തിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിലെ മറ്റ് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ഹിന്ദുക്കൾ കൂട്ടത്തോടെ പലായനം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ കലാപത്തിന് പിന്നിൽ SDPIക്ക് ബന്ധമുണ്ട് എന്നാണ് ബംഗാൾ പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. ഈ വഖഫ് ഭേദഗതി നിയമം നിലവിൽ വരുന്ന ഘട്ടത്തിൽ, ഈ ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ SDPI പോലുള്ള തീവ്ര മുസ്ലിം സംഘടനകൾ ഈ മുർഷിദാബാദിലും പരിസര പ്രദേശങ്ങളിലും വ്യാജ പ്രചരണം ആരംഭിച്ചിരുന്നു എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. SDPI ഇവരുടെ പ്രചരണത്തിൽ പറഞ്ഞത് ഈ വഖഫ് ഭേദഗതി നിയമം എന്നത് മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ സർക്കാരിനെ കണ്ടുകെട്ടാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ്, മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം എന്ന പ്രചരണമാണ് SDPI വ്യാപകമായി നടത്തിയത്. ആ പ്രചരണം ഉൾക്കൊണ്ട് മുസ്ലിം ചെറുപ്പക്കാർ പിന്നീട് ഈ ബില്ല് പാസ്സായതോടെ അതിനെതിരെ തെരുവിൽ പ്രതിഷേധിക്കുകയും മറ്റ് മതവിഭാഗങ്ങളെ ആക്രമിക്കുകയും ചെയ്തതാണ് ബംഗാളിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് പോലീസിൻ്റെ നിഗമനം. മുർഷിദാബാദ് വളരെ മുൻപ് തന്നെ ഈ മുസ്ലിം ഭീകരവാദ സംഘടനകൾക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സിമിക്ക് അവിടെ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് എന്ന ഈ സിമി നിരോധിത സംഘടനയായ സിമിക്ക് അവിടെ വലിയ സ്വാധീനമുണ്ടായിരുന്നു. സിമി നിരോധിക്കുന്ന ഘട്ടത്തിൽ പിന്നീട് പോപ്പുലർ ഫണ്ടായി അത് പരിണമിക്കുകയും പോപ്പുലർ ഫണ്ടിന് വലിയ സ്വാധീനമുള്ള സ്ഥലമായിരുന്നു. പോപ്പുലർ ഫണ്ട് അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ നിരോധിച്ചതോടെ SDPIയുടെ ലേബലിലാണ് ഇപ്പോൾ ഈ ഭീകര സംഘടനകൾ പ്രവർത്തിക്കുന്നത് എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ ഈ കലാപത്തിന് പിന്നിൽ SDPI ആണ് എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ ബംഗാളിലെ പോലീസ് എത്തിയിരിക്കുന്നത്. അനു. ശരി ഗൗതം, തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി ആരായേണ്ടതുണ്ട്. കാരണം ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ എന്ന വാർത്ത വരുന്നു. വെടിവയ്പിൽ ഒരു സൈനികന് പരിക്കേറ്റതായും വിവരമുണ്ട്. പ്രദേശത്ത് ഭീകരർക്കായി സുരക്ഷാ സേന ഇപ്പോഴും തെരച്ചിൽ തുടരുക തന്നെയാണോ ഗൗതം? അനു, ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായി ഏറ്റുമുട്ടലുകൾ നടന്നു വരികയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പൂഞ്ചിലാണ് ഇങ്ങനൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയിൽ പൂഞ്ചിൽ സുരക്ഷാ സേനയും ഭീകരരുമായി ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നു. വനമേഖലയിൽ അതിർത്തിയോട് ചേർന്ന്, നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള വനമേഖലകളിൽ ഭീകരരുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് അവിടേക്ക് സുരക്ഷാ സേന എത്തുകയായിരുന്നു. ഈ ഘട്ടത്തിൽ ഒളിച്ചിരുന്ന ഭീകരർ വെടിയുതിർത്തു. തുടർന്നാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഈ വെടിവെപ്പിനിടയിൽ ഒരു ജവാന് പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. ഈ പരിക്ക് സാരമല്ല എന്നാണ് റിപ്പോർട്ട്. ഈ പ്രദേശത്ത് ഇപ്പോഴും സുരക്ഷാ സേനയുടെ തിരച്ചിൽ തുടരുകയാണ്. ഈ ഭീകരരെ വകവരുത്തിയ ശേഷം മാത്രമേ ഈ സെർച്ച് ഓപ്പറേഷൻ അവസാനിക്കുകയുള്ളൂ. അനു. ശരി ഗൗതം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി. മെഹുൽ ചോക്സിയെ ഭാരതത്തിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ചോക്സിക്ക് ജാമ്യം നൽകുന്നത് ഭാരതം ശക്തമായി തന്നെ എതിർക്കും. കുറ്റവാളികളെ കൈമാറാനുള്ള ധാരണ ഭാരതവും ബെൽജിയവും തമ്മിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം രക്താർബുദ ബാധിതനാണ് താനെന്നും തനിക്ക് യാത്ര ചെയ്യാൻ അതിനാൽ തന്നെ ആവില്ല എന്നുമൊക്കെയാണ് ചോക്സി കോടതിയിൽ വാദിക്കുന്നതും. ഇന്നലെയാണ് മെഹുൽ ചോക്സി ബെൽജിയത്തിൽ അറസ്റ്റിലാവുന്നതും. ഈ വാർത്തയുടെ വിവരങ്ങൾ ഐസൺ ജോസഫ് നൽകും. ഐസൺ, ഈ മെഹുൽ ചോക്സിയെ ഭാരതത്തിൽ എത്തിക്കാനായി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഊർജിത ശ്രമങ്ങൾ, CBI ED ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ബെൽജിയത്തിലേക്ക് പോകുന്നു എന്ന് കൂടി അറിയുന്നുണ്ട്. തീർച്ചയായും മനു, അത്തരത്തിലൊരു നീക്കം CBIയുടെ ഒരു സംഘം ഉദ്യോഗസ്ഥർ ബെൽജിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ അറസ്റ്റ് നടക്കുന്നതിന് മുമ്പ് തന്നെ അവരവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അറസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇന്റർപോൾ ഉദ്യോഗസ്ഥരാണ് ഇയാളെ, ഇന്റർപോളിൻ്റെ ഭാഗമായാണ് ബെൽജിയത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. മെഹുൽ ചോക്സിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം കോടതിയിൽ ഹാജരാക്കുമ്പോൾ തന്നെ ഇയാൾ സ്വാഭാവികമായും ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ആ ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഭാരതത്തിൻ്റെ ശക്തമായൊരു എതിർപ്പ് ജാമ്യം നൽകുന്നതിനെതിരെ. നമുക്കറിയാവുന്നതാണ്, 2018 മെയ്യിലാണ് ഇയാൾക്കെതിരായ ഒരു അൺബെയിലബിൾ വാറണ്ട് മുംബൈയിലെ കോടതി പുറപ്പെടുവിച്ചിരുന്നത്. അതായത് 2018 മുതൽ ഈ കേസ് നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉള്ളപ്പോൾ സ്വാഭാവികമായും വൻതോതിൽ നടന്ന ഈ വലിയൊരു തട്ടിപ്പിനെ കൃത്യമായും കൈകാര്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന നിലപാട് തന്നെയാണ് ഇയാളെ നാട്ടിലേക്ക് ഭാരതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിൻ്റെ നടപടിയുടെ ഭാഗമായുള്ളത്. അതുകൊണ്ട് തന്നെ കർശനമായി ഈ ജാമ്യാപേക്ഷയെ എതിർക്കുക എന്നൊരു നിലപാട് തന്നെയാണുള്ളത്. അതേസമയം ജാമ്യാപേക്ഷയിൽ മെഹുൽ ചോക്സി ഉന്നയിക്കുന്ന വാദം രക്താർബുദ ബാധിതനാണ്, നടക്കാൻ വയ്യാത്ത ബുദ്ധിമുട്ടുകളുണ്ട്, അദ്ദേഹത്തെ ആംബുലൻസ്
ആംബുലൻസിലാണ് കൊണ്ടുപോയത് എന്നൊക്കെയുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള ഒരു എതിർപ്പിനുള്ള നീക്കമായിരിക്കും നടത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഭാരതത്തിൽ കൃത്യമായ ചികിത്സ ഇയാൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള സാധ്യതയുണ്ട് എന്ന് ബെൽജിയത്തിലെ കോടതിയെ ബോധ്യപ്പെടുത്താൻ ഭാരതത്തിൻ്റെ സംവിധാനങ്ങൾക്കാകുകയും ചെയ്യും. നമുക്കറിയാവുന്നതാണ്, വലിയ തോതിലുള്ള ഗവേഷണങ്ങളെല്ലാം തന്നെ ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഭാരതത്തിൽ നടക്കുന്ന ഒരു വലിയ രാഷ്ട്രമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്ന് കോടതിയെ ബോധിപ്പിക്കുക എന്നതാണ് പ്രധാനമായൊരു നടപടിക്രമം. അതിൻ്റെ ഭാഗമായി കൃത്യമായ ആ ബോധിപ്പിക്കൽ നടക്കുന്നതോടുകൂടി ഇയാളുടെ ജാമ്യം അംഗീകരിക്കാത്തൊരു സാഹചര്യമുണ്ടാകും. അധികം വൈകാതെ തന്നെ കൃത്യമായും ഇയാളെ ഭാരതത്തിലേക്ക് എത്തിക്കാനും വിചാരണ നടപടികൾ പൂർത്തിയാക്കാനും സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സി ബി ഐ നടത്തുന്ന ഒരു തട്ടിപ്പ് കേസ് എന്നതിനപ്പുറം ഈ കള്ളപ്പണം വെളുപ്പിക്കലും അതുപോലെ തന്നെ അനുബന്ധമായ ED കുറ്റകൃത്യങ്ങൾ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യങ്ങളും ഇയാൾക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. രണ്ട് വിഭാഗങ്ങളും ശക്തമായ നടപടി, നേരത്തെ അതിന് സൂചിപ്പിച്ചതുപോലെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ED ഈ വിഷയത്തിൽ ഈ കള്ളപ്പണം ഏത് രീതിയിൽ കൈകാര്യം ചെയ്തു, ഭാരതത്തിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോയ തുക എങ്ങനെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്തു എന്നത് സംബന്ധിച്ച് വ്യക്തമായ പരിശോധന നടത്തുന്നതിന് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ, അതായത് ഇന്റർപോൾ, CBI ഇന്റർപോൾ പോലുള്ള ഒരു കൺസോർഷ്യമാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് EDയെ സംബന്ധിച്ചിടത്തോളം. ആ EDയുടെ ആ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ രീതിയിലുള്ള ഒരു നിരീക്ഷണം നടത്തുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഇത്തരത്തിൽ കൊണ്ടുപോയ തുക അനധികൃത വ്യാപാരങ്ങൾക്ക്, അതായത് മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള അനധികൃത വ്യാപാരങ്ങൾക്ക് ഉപയോഗിച്ചോ എന്ന സംശയം കൂടി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ED അന്വേഷണം വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ളൊരു സാഹചര്യവും തുറന്നു കിട്ടിയിരിക്കുന്നത്. വലിയ തോതിലുള്ളൊരു നീക്കം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇയാളെ തിരിച്ചു കൊണ്ടുവരാൻ നടക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ശരി, നമുക്കിനി പശ്ചിമേഷ്യ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം വെടിനിർത്തൽ ധാരണയ്ക്ക് മുന്നോടിയായി ഹമാസിനെ നിരായുധീകരിക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുന്നതായി വിവരം ലഭിക്കുന്നു. കാരണം സമാധാന മധ്യസ്ഥരായ ഈജിപ്തിന് കരട് രേഖ നൽകിയിരുന്നല്ലോ, അതിലാണ് ഇസ്രായേൽ ഈ നിലപാട് വ്യക്തമാക്കുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ. ഈ നിർദ്ദേശത്തെ പക്ഷേ ഹമാസ് പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള പ്രതികരണം നടത്തുന്നുണ്ട്. ബന്ദികളെ പൂർണ്ണമായും വിട്ടുകൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ നിരായുധീകരിക്കാൻ തങ്ങൾ നിന്ന് തരില്ല എന്നാണോ ഹമാസ് പറയുന്നത്? ഐസൻ, നിരായുധീകരിക്കാനുള്ളൊരു നീക്കം നടത്തുന്നത് അനുവദനീയമല്ല എന്നൊരു നിലപാടാണ്. പക്ഷേ നിരായുധീകരിക്കുക എന്നുള്ളത് വ്യവസ്ഥാപിത മാർഗങ്ങളിലൂടെ അല്ലാതെയാണ് ഹമാസ് ആയുധങ്ങൾ ശേഖരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ നിരായുധീകരണം അസാധ്യമായൊരു കാര്യമല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ലക്ഷ്യം വയ്ക്കുന്നത്, വളരെ കൃത്യമായി ഇസ്രായേൽ ഇക്കാര്യത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് ഇറാനെ തന്നെയാണ്. ഇറാനാണ് ഇത്തരത്തിൽ ആയുധങ്ങൾ ലഭ്യമാക്കുന്നതിന്. അത് പല ഭീകര സ്വഭാവമുള്ള സംഘടനകൾ, ഈ പ്രോക്സി യുദ്ധം നടത്തുന്ന ഹിസ്ബുള്ളയാകട്ടെ, അതുപോലെ തന്നെ ഹൂതി വിമതരാകട്ടെ, അത്തരത്തിലുള്ള ഇടപെടലുകളെല്ലാം തന്നെ നടത്തുന്ന ഹൂതി ഭീകരരെല്ലാം തന്നെ ഇടപെട്ടാണ് ഹമാസിന് കൃത്യമായ ആയുധങ്ങൾ എത്തിക്കുന്നത് എന്നതൊരു വസ്തുത തന്നെയാണ്. നമുക്കറിയാവുന്നതുമാണ്, പലതവണ ഈ ആയുധ കള്ളക്കടത്ത് സംബന്ധിച്ച വാർത്തകളെല്ലാം പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവരുടെ ആക്രമണ സ്വഭാവം നിയന്ത്രിക്കുക എന്നത് ഒരു അനിവാര്യമാണ് എന്ന നിലപാടാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയുധ ശേഖരങ്ങളില്ലാത്ത ഒരു ഹമാസിനെ മാത്രമേ ചർച്ചകൾക്ക് സാധ്യമാക്കാൻ സാധിക്കൂ എന്ന ഒരു നിലപാട് ഇപ്പോൾ മീഡിയേറ്റേഴ്സിന്, അതായത് ഈജിപ്തിന് നൽകിയ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് മുൻപ് നൽകിയ കരട് രേഖയിൽ ഇപ്പോൾ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഈ ആവശ്യത്തോട് അനുകൂലം, അല്ലെങ്കിൽ അതിനെ കൃത്യമായി എതിർക്കുകയാണ് ഹമാസിൻ്റെ രാഷ്ട്രീയ പ്രതിനിധികളെല്ലാം തന്നെ കൃത്യമായി ഇതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ആയുധങ്ങളില്ലാതായാൽ തങ്ങൾക്ക് മേലുള്ള അധിനിവേശം കൂടുമെന്ന ഒരു ന്യായമാണ് അവർ നിരത്തുന്നത്. എങ്കിൽ കൂടി ഇത്തരത്തിലൊരു മിലീഷ്യയ്ക്ക്, അതായത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഹമാസ് എന്നതൊരു വസ്തുതയാണ്. തീവ്രവാദ സ്വഭാവമുണ്ട്. ആ തീവ്രവാദികളുടെ സ്വഭാവത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടന കൂടി തന്നെയാണ് ഹമാസ് എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഹമാസിനെ പൂർണ്ണമായും ഗാസയുടെ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കുക എന്ന കൃത്യമായ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ ഇത് കൂടി നടക്കുന്നത്, അതായത് അമേരിക്കയുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ കൃത്യമായ അത്തരത്തിലുള്ള നീക്കങ്ങൾ കൂടി നടക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ നിരായുധീകരിക്കണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചത്. ഈ ആവശ്യത്തെ കൃത്യമായും അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഹമാസിനെ ഈജിപ്റ്റ് നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണമൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല, അല്ലെങ്കിൽ ഔദ്യോഗികമായ അറിയിപ്പൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. എങ്കിലും ഈ ആവശ്യത്തിന് പ്രാധാന്യമുണ്ട് എന്ന നിലപാടാണ് ഈജിപ്റ്റ് കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും അത്തരമൊരു നീക്കം നടക്കുമ്പോൾ നിരായുധീകരണം ഉണ്ടാകണമെന്നൊരാവശ്യവുമുണ്ട്. ഈ ചർച്ചകൾ തുടരുകയാണെങ്കിൽ ബന്ദികളുടെ മോചനം, ഒറ്റയടിക്ക് 50-ലേറെ ഉള്ള ബന്ദികളെ ഒറ്റയടിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്നും ഹമാസ് അറിയിക്കുന്നുണ്ട്. ഒരു പരിധിവരെ ഹമാസിനെതിരായ ശക്തമായ നീക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. നമുക്കറിയാവുന്നതാണ്, നെറ്റ്സ്ട്രീം ഇടനാഴിയിലെല്ലാം തന്നെ കൃത്യമായി ഹമാസിൻ്റെ നിയന്ത്രണങ്ങളുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇസ്രായേൽ സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നു, കരസേനയെ വിന്യസിച്ചിരിക്കുന്നു. അവർ പിന്മാറുന്നതിന് ഉള്ള നീക്കങ്ങൾ നടത്തുന്ന രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കേണ്ടതില്ല എന്ന നിലപാട്, ആദ്യം ഉണ്ടായ വെടിനിർത്തലിൻ്റെ ഭാഗമായി ഉണ്ടായ രണ്ടാം ഘട്ട വെടിനിർത്തൽ തുടങ്ങേണ്ടതിൻ്റെ ആ സമയത്ത് അത്
ആവർത്തിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കേണ്ടതില്ല എന്ന നിലപാട് ഇസ്രായേൽ സ്വീകരിച്ചത് തന്നെ ഇത്തരത്തിലുള്ള സൈനിക വിന്യാസം കൃത്യമായി അവിടെ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായാണ്. പല രീതിയിലുള്ള അതിക്രമങ്ങൾ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെതിരെ ഈ സമയങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. മാത്രമല്ല ബന്ദികളുടെ മോചനം സംബന്ധിച്ചൊരു അരക്ഷിതാവസ്ഥ നിലനിർത്തുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നിരായുധീകരണം വേണമെന്നൊരു ആവശ്യം ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരു പരിധിവരെ മധ്യസ്ഥ രാഷ്ട്രങ്ങളും ഇതിനെ അനുകൂലിക്കുന്നു, അതായത് ഈജിപ്തും ഖത്തറും ഇതിനെ അനുകൂലിക്കുന്നു എന്നൊരു സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹമാസിൻ്റെ ആയുധം ഇല്ലാതാക്കണമെന്നൊരാവശ്യം തത്വത്തിൽ അമേരിക്കയും അംഗീകരിച്ച ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായും അത്തരത്തിലൊരു നീക്കമായിരിക്കും തുടർ ചർച്ചകൾ ഉണ്ടാകുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ഐസൻ, ഒരു വാർത്ത കൂടി. കാരണം ആണവ നിരായുധീകരണം സംബന്ധിച്ച് അമേരിക്കയുമായുള്ള രണ്ടാം ഘട്ട ചർച്ചകൾ ഇറാൻ നടത്താനിരിക്കുകയാണ്. അത് ശനിയാഴ്ച നടക്കുമെന്ന് ഇറാൻ തന്നെ അറിയിച്ചിട്ടുമുണ്ട്. ഒമാനിൽ തന്നെ ആയിരിക്കും ഈ രണ്ടാം ഘട്ട ചർച്ചകളും. എന്തായാലും ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളികൾ സംബന്ധിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാനും ചർച്ച നടത്തുകയും ഉണ്ടായല്ലോ. ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി. തീർച്ചയായും ഈ മേഖലയിൽ, അതായത് യൂറോപ്യൻ രാജ്യങ്ങളുടെ മേഖലയിൽ നാറ്റോ സഖ്യത്തെ ശക്തിപ്പെടുത്തുക എന്നൊരു നീക്കത്തിൻ്റെ ഭാഗമായാണ് മാർക്കോ റൂബിയോയും ഫിദാനും തമ്മിലുള്ള കൂടിക്കാഴ്ചകളെല്ലാം തന്നെ നടന്നത്. കൂടിക്കാഴ്ചകൾ നേരത്തെ മാർച്ചിലാണ് നേരിട്ടുള്ള കൂടിക്കാഴ്ച വാഷിംഗ്ടണിൽ നടന്നത്. ഇക്കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ നടന്നത് ടെലിഫോൺ ചർച്ചകളായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ ഇത് തന്നെയായിരുന്നു ഒരു വിഷയം. അതായത് ഇറാൻ ആ മേഖലയിൽ ഉണ്ടാക്കുന്ന ഒരു റിസ്ക് യൂറോപ്യൻ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും ഉണ്ടാക്കുന്ന ഒരു വെല്ലുവിളിയെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഇറാനെ ആണവ നിരായുധീകരിക്കുക എന്ന നീക്കം വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ആറ്റമിക് എനർജി ഏജൻസി എല്ലാം തന്നെ അതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നു. മാത്രമല്ല ഇത്തരത്തിലൊരു ഭീകര സ്വഭാവമുള്ള പ്രോക്സി വാർ ഉൾപ്പെടെ നടത്തി ചില ആക്രമണങ്ങൾ കൃത്യമായി ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ പല രാജ്യങ്ങൾക്കെതിരെ കേന്ദ്രീകരിച്ച് നടത്തുന്നതിന് ഭീകരർക്ക് പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ഇറാൻ. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇറാൻ്റെ ആയുധ ശേഖരം ശക്തമാകുന്നത് വലിയ വെല്ലുവിളികളാണ് ഉണ്ടാക്കുക. ഒരു പരിധിവരെ ഈ ഭീകര സംഘടനകളെല്ലാം തന്നെ അവരുടെ ബലമായി കണക്കാക്കുന്നത് ഇറാൻ്റെ ഈ ആണവായുധ സമ്പത്ത് തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ആണവായുധം ശാക്തീകരിക്കുന്നതിന്, ആണവായുധത്തിൻ്റെ ശേഖരം ശക്തിപ്പെടുത്തുന്നതിനുള്ളൊരു നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത്തരത്തിൽ ആണവായുധങ്ങൾ ശക്തീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് യുറേനിയം സമ്പുഷ്ടീകരണം എല്ലാം തന്നെ നടക്കുകയും ചെയ്തത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇരു രാജ്യങ്ങളും പ്രശ്നം പരിഹരിക്കണം അല്ലെങ്കിൽ ശക്തമായ നടപടികൾ ഉണ്ടാകും എന്ന കൃത്യമായ നിലപാട് അമേരിക്ക മുന്നോട്ട് വയ്ക്കുകയും ഇറാനെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന സൂചനയല്ല, കൃത്യമായ മുന്നറിയിപ്പ് തന്നെ ട്രംപ് നൽകുകയും ചെയ്തത്. ഇത്തരത്തിൽ ട്രംപ് നൽകിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഒമാൻ മധ്യസ്ഥ ചർച്ചയ്ക്ക് ഇറങ്ങിയതും. ഒമാനിൽ ഇരു രാജ്യങ്ങളുടെ പ്രതിനിധികളും സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ തന്നെ അബ്ബാസ് അറാഖ്ജിയും തമ്മിൽ നേരിട്ടുള്ള ചർച്ചയല്ല എങ്കിൽ കൂടി ഇൻഡയറക്റ്റ് ചർച്ചയാണ് എങ്കിൽ കൂടി പ്രാഥമിക ഫ്രെയിം വർക്ക് ഉണ്ടായി എന്നതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് അത് സംബന്ധിച്ചൊരു ധാരണ. അത്തരത്തിലൊരു പ്രാഥമിക ചർച്ച എന്ന് തന്നെ പറയാവുന്നൊരു സംവിധാനം ഉണ്ടായത്. 2.5 മണിക്കൂറോളം നീണ്ട ഒരു ചർച്ചയായിരുന്നു. ഇനി വീണ്ടും അടുത്ത ശനിയാഴ്ച, അതായത് വരാനിരിക്കുന്ന ശനിയാഴ്ച അടുത്ത ചർച്ചയും നടക്കാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒമാനിൽ തന്നെയായിരിക്കും നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ചില റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. അത് റോമിലായിരിക്കും ഒരു പക്ഷേ ചർച്ച നടക്കുക എന്ന ചില റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നുവെങ്കിൽ കൂടി ഇറാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഒമാനിൽ തന്നെയായിരിക്കും ചർച്ച നടക്കുക എന്നാണ്. എന്ത് തന്നെയായാലും സ്ഥലത്തിൻ്റെ മാറ്റമുണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എങ്കിൽ കൂടി ഇറാൻ്റെ ആണവ നിരായുധീകരണത്തിന് ഇറാനും ഒരു പരിധിവരെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യവും അമേരിക്ക ശക്തമായ നിലപാടെടുക്കുന്ന ഒരു സാഹചര്യവും പശ്ചിമേഷ്യയിൽ ഒരു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങളുടെ നടപടിക്രമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി കണക്കാക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ഗാസ ഇസ്രായേൽ യുദ്ധം പൂർണ്ണമായും അവസാനിക്കുന്നതിനും ആ പ്രദേശത്ത് ഒരു പശ്ചിമേഷ്യയിൽ സ്ഥിരമായ ഒരു ശാശ്വതമായ സമാധാനം ഉറപ്പാക്കുന്നതിനും സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ലോകരാജ്യങ്ങൾ. ശരി. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ ഹുസൈൻ റാണയുടെ മലയാളി ബന്ധങ്ങൾ തേടി NIA സംഘം കൊച്ചിയിലേക്ക് എത്തുകയാണ്. റാണയെ തെളിവെടുപ്പിന് എത്തിക്കുന്നതിന് മുൻപ് പ്രത്യേക NIA സംഘമെത്തും. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. റാണയുടെ ദുരൂഹ സന്ദർശനങ്ങൾ നടന്ന വൻ നഗരങ്ങളിലെ NIA യൂണിറ്റുകളിലെ ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന് കേരളവുമാണ്, കൊച്ചിയുമാണ്. ജിജേഷ് കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു. ജിജേഷ്, ഈ തഹാവൂർ റാണ കൊച്ചി സന്ദർശനം നടത്തിയത് നേരത്തെ തന്നെ വാർത്തകൾ ഇടം നേടിയതാണ്. എന്നാൽ ഇപ്പോൾ തഹാവൂർ റാണയെ ഭാരതത്തിന് കൈമാറി NIA കേസ് അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ കൂടുതൽ മലയാളി ബന്ധങ്ങൾ തഹാവൂർ റാണയ്ക്ക് ഉണ്ട് എന്നൊരു ആശങ്കയുണ്ടോ? പൊതുവിൽ അങ്ങനെ റിപ്പോർട്ടുകൾ വ്യാപകമാവുന്നുണ്ട്. മലയാളി ബന്ധങ്ങൾ, നിരവധി മലയാളി ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തഹാവൂർ റാണയ്ക്ക് നിരവധി സഹായങ്ങൾ കേരളത്തിൽ നിന്ന് തഹാവൂർ റാണയ്ക്ക് നേരത്തെ ലഭിച്ചിട്ടുണ്ട്. അത് 2008
നവംബർ 26 മുമ്പുള്ള ദിവസങ്ങളിൽ 16, 17 തീയതികളിലായിരുന്നു കൊച്ചിയിലുണ്ടായിരുന്നത്. മാത്രമല്ല കേരളത്തിൻ്റെ മറ്റു സ്ഥലങ്ങൾ കൂടി തഹാവൂർ റാണ ദുരൂഹമായ സന്ദർശനങ്ങൾ നടത്തുകയും ചെയ്തതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നിരവധി ആളുകൾ റാണയെ സഹായിച്ചിരുന്നു. അത്തരത്തിൽ റാണയെ സഹായിച്ച ആളുകളിൽ ഒരാളാണ്. അയാൾ നേരിട്ട് തന്നെ ഈ റാണയുമായി പങ്കാളിത്തമുണ്ടോ അല്ലെങ്കിൽ ഇയാളുടെ ഭീകരവാദ ബന്ധങ്ങൾ അറിഞ്ഞ് സഹായിക്കുകയായിരുന്നു എന്നതിലൊന്നും വ്യക്തതയില്ല എങ്കിൽ കൂടി മലയാളിയായ ഒരാളെ കസ്റ്റഡിയിലെടുത്തു എന്നൊരു വിവരവും അയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നു റാണയ്ക്ക് ഇപ്പം ഇരുത്തി എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് വരുന്നത്. രാജ്യാന്തര ബന്ധങ്ങളുള്ള കേസാണ്, വൻ ഭീകരാക്രമണത്തിൻ്റെ കേസ് അന്വേഷണമാണ് എന്നതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായും സൂക്ഷ്മവുമായാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഓരോ നീക്കങ്ങളും. എന്നാൽ നേരത്തെ കൊച്ചിയിൽ ഇയാൾ സന്ദർശനം നടത്തിയ സമയത്ത് ഇയാളെ സഹായിച്ച ചില ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ നേരത്തെയും നടന്നിട്ടുണ്ട്. ഒപ്പം റാണയെ കൈമാറിയതിന് ശേഷം ഇന്ത്യക്ക് ലഭിച്ചതിന് ശേഷമുള്ള അന്വേഷണത്തിലും അത്തരമുള്ള അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ കണ്ടെത്തിയ ചില ആളുകളെ നിരീക്ഷണത്തിലാക്കിയിട്ടുമുണ്ട്. ഇത്തരം അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് ദേശീയ അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥർ കേരളത്തിലേക്ക് എത്തുന്നത്, പ്രത്യേകിച്ച് കൊച്ചി കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് എത്തുന്നത്. കാരണം റാണ രാജ്യത്തെ മഹാനഗരങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ സന്ദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ സന്ദർശനങ്ങളെല്ലാം തന്നെ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദേശ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞായിരുന്നു ഈ സന്ദർശനങ്ങൾ നടത്തിയത്. സാധാരണ ഇത്തരം സന്ദർശനങ്ങൾ നടത്തുന്നതിന് മുമ്പായി ഇംഗ്ലീഷ് പത്രങ്ങളിലടക്കം പരസ്യങ്ങൾ നൽകുന്നു, റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നൽകുന്നു. സാധാരണ നിലയിൽ പരസ്യങ്ങൾ കണ്ട് നിരവധി ആളുകൾ വരുന്നതിനൊപ്പം തന്നെ മറ്റു ചില ദുരൂഹമായ അല്ലെങ്കിൽ ഭീകരവാദവുമായി ബന്ധപ്പെട്ട ആളുകൾ ഭീകരവാദത്തിൻ്റെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നതിനും രഹസ്യ ഗ്രൂപ്പുകളായി പ്രവർത്തിക്കാൻ താല്പര്യമുള്ള നിഴൽ രൂപങ്ങളായി മാറി സംഘടനകൾ രൂപീകരിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അത്തരം ഭീകരവാദ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആളുകളുമായി കൂടി റാണ കൂടിക്കാഴ്ച നടത്തിയതായി തന്നെയുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതടക്കമുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച് മടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് NIA സംഘം കൊച്ചിയിലെത്തുന്നത്. കാരണം ഒരു ഭാഗത്ത് ചോദ്യം ചെയ്യൽ ശക്തമായി തന്നെ തുടരുന്നു. അതിൽ മലയാളി ഉദ്യോഗസ്ഥർ 2 മലയാളി ഉദ്യോഗസ്ഥരെ കൊച്ചി NIA യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നിലവിൽ കൊച്ചി NIA യൂണിറ്റ് നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ ഒന്നും തന്നെ പങ്കാളികളല്ല എന്നാണ് NIA വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം ഡൽഹി യൂണിറ്റ് തന്നെയാണ് പൂർണ്ണമായും അന്വേഷണത്തിൻ്റെ ചുമതല. DIG അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ട് തന്നെ ചോദ്യം ചെയ്യുന്നു. 10 ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് റാണയെ ചോദ്യം ചെയ്യുന്ന മുറിയിലേക്ക് പോലും പ്രവേശനമുള്ളൂ. അങ്ങനെ വിവരങ്ങളൊന്നും പുറത്തു പോകാതിരിക്കാനും പരമാവധി തെളിവുകൾ ശേഖരിക്കാനും ഇതിലെ എല്ലാ കണ്ണികളെയും മുംബൈ ഭീകരാക്രമണത്തിൽ ശിക്ഷിക്കപ്പെട്ടു, ആദ്യ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു എങ്കിൽ കൂടി രണ്ടാമത് അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കാൻ ദേശീയ അന്വേഷണ ഏജൻസി ഒരുങ്ങുമ്പോൾ പഴുതുകളെല്ലാം അടച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് നീങ്ങുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കൊച്ചിയിലേക്ക് NIA സംഘം എത്തുന്നത്. ഇവിടെ നിരീക്ഷണത്തിലാക്കിയ ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ അത്തരം ആളുകളെ കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകും. എവിടെയെല്ലാമാണ് സന്ദർശനങ്ങൾ നടത്തിയത് എന്നതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്ന ഒരു അന്വേഷണത്തിലേക്ക് തന്നെ കൊച്ചിയിലെത്തുന്ന NIA സംഘം കടക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും തഹാവൂർ ഹുസൈൻ റാണയെ കൊച്ചിയിലടക്കം എത്തിച്ചുള്ള തെളിവെടുപ്പ് നടപടിയിലേക്ക് പോവുക. കാരണം 18 ദിവസത്തെ കസ്റ്റഡിയാണ്, 20 ദിവസത്തെ കസ്റ്റഡിയായിരുന്നു NIA ആവശ്യപ്പെട്ടിരുന്നത്. അതിൽ 18 ദിവസത്തെ കസ്റ്റഡി കോടതി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കിയ ശേഷം കേരളത്തിലും ആഗ്രയിലും അടക്കം തഹാവൂർ റാണയെ എത്തിക്കും. കാരണം ഈ ഭാഗങ്ങളിലെല്ലാം തന്നെയാണ് ഇയാൾ എത്തിയതും നിരവധി ആളുകളെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. കുടുംബസമേതമായിരുന്നു കൊച്ചി എത്തുകയും. കേരളത്തിൽ നിന്ന് എന്ത് സഹായം ലഭിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരം തേടിയാണ് NIA സംഘം ഇപ്പോൾ അന്വേഷണം കടുപ്പിക്കുന്നത്. ഇതിൽ കൂടുതൽ ദുരൂഹതകൾ കൂടി ചുരുളഴിയാനുണ്ട്. കോഴിക്കോട് നല്ലളത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ 2 വിദ്യാർത്ഥികൾ ചേർന്ന് പീഡിപ്പിച്ച കേസിൽ ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾ ഇന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുൻപിൽ ഹാജരാകും. പീഡന ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയ കുട്ടിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കുട്ടികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുൻപിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ച് രക്ഷിതാക്കൾക്ക് നല്ലളം പോലീസ് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ദിസ്ന സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. ദിസ്ന, വിശദാംശങ്ങൾ. സംഭവം ഉണ്ടായത് ഈ കൂട്ടുകാരുടെ ഒപ്പം അവരുടെ വീട്ടിലേക്ക് പോയ കുട്ടിക്കാണ് ഇത്തരത്തിലൊരു പീഡനം ഉണ്ടായത് എന്ന് തന്നെയാണ് ഈ കൗൺസിലിങ്ങിനിടയിൽ കുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. ഈ പീഡനത്തിനിടയിൽ അതിലൊരു കുട്ടി ഈ പീഡനത്തിനിരയായ കുട്ടിയുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയതായും ഈ കുട്ടി കൗൺസിലിങ്ങിനിടയിൽ നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നല്ലളം പോലീസ് CWCക്ക് മുന്നിൽ ഹാജരാകുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് തന്നെ ഇവർ ഹാജരാവും എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൗൺസിലിങ്ങിനിടെയാണ് കുട്ടി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തനിക്കുണ്ടായി എന്നൊരു കാര്യം പുറത്തു പറയുന്നത്. അനു, ശരി ദിസ്ന.
പാലക്കാട് എ ശ്രീനിവാസൻ വധക്കേസ് ഗൂഢാലോചനയിൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തി മുഖ്യകണ്ണി ഷംനാഥ്. പ്രതിയുടെ 7 ദിവസത്തെ NIA കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. RSS പ്രവർത്തകൻ എ ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഘത്തിൽ ഉൾപ്പെട്ടയാളായിരുന്നു ഷംനാഥ്. ജിജീഷ് കരുണാകരൻ ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി നൽകും. ജിജീഷ്, ഷംനാഥ് എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തോട് പറഞ്ഞത് എന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? മറ്റു വിവരങ്ങൾ? അനു, എ ശ്രീനിവാസൻ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് ഷംനാഥിൽ നിന്ന് ദേശീയ അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യലിൽ ലഭിച്ചിരിക്കുന്നത്. കാരണം 6 അംഗ സംഘമാണ് നേരിട്ട് എ ശ്രീനിവാസനെ വെട്ടിയത്. ആക്രമിച്ച സംഘത്തിൽ മാരകായുധങ്ങളുമായി ആക്രമിച്ച സംഘത്തിലുണ്ടായിരുന്നത് ഈ 6 പേരിൽ ഒരാളായിരുന്നു ഷംനാഥ്. അതുകൊണ്ട് തന്നെ മറ്റ് ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി തന്നെ ഷംനാഥിന് അറിയാം. ഇതിൻ്റെ ഗൂഢാലോചനകളിലെല്ലാം തന്നെ ആദ്യാവസാനം പങ്കാളിയായിട്ടുള്ള ഒരാളാണ് ഷംനാഥ്. മറ്റ് 4 പേർ നേരത്തെ പിടിയിലായിട്ടുണ്ട്. അങ്ങനെ 5 പേരാണ് നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കെടുത്തത് അല്ലെങ്കിൽ എ ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഷംനാഥിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് ഈ ദിവസങ്ങളിൽ. 6 ദിവസത്തെ കസ്റ്റഡിയാണ് ഇപ്പോൾ പൂർത്തിയായത്. 7 ദിവസത്തെ കസ്റ്റഡി കോടതി അനുവദിച്ചിരുന്നു. തുടർന്ന് ചോദ്യം ചെയ്യലുകൾ ആരംഭിച്ചു. ആ ചോദ്യം ചെയ്യലുകൾ അവസാനിക്കുമ്പോൾ നാളെ കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കെയാണ് ഗൂഢാലോചനയിൽ പങ്കാളികളായ മറ്റു ചില PFI ഭീകരവാദി നേതാക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ഷംനാഥിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അത്തരത്തിൽ പ്രധാനമായും PFI ഭീകരവാദ ഗ്രൂപ്പുകളുടെ PFI ഭീകരവാദി സംഘടനയുടെ നിരോധനത്തിലേക്ക് തന്നെ നയിച്ച ഒരു അരിങ്കൊലയായിരുന്നു RSS പ്രവർത്തകനായ പാലക്കാട്ടെ എ ശ്രീനിവാസന്റെ കൊലപാതകം എന്ന് പറയുന്നത്. ആസൂത്രിതമായിട്ടായിരുന്നു ഇത്തരമൊരു ആക്രമണം ഈ ഒരു ഭീകരവാദി സംഘം നടത്തിയത്. അവിടെ കൃത്യമായി തന്നെ സമാധാന അന്തരീക്ഷം തകർക്കുക, മത സാമുദായിക സൗഹൃദ അന്തരീക്ഷം തകർക്കുക, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടി തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചന ഈ ഒരു സംഘം നടത്തുകയും ചെയ്തത്. അതിനുശേഷം എസ് ശ്രീനിവാസനെ ഇത്തരത്തിൽ കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട് UAPA ആക്ട് ചുമത്തുന്നതും വിശദമായ അന്വേഷണം നടത്തുകയും PFIയുടെ നിരോധന കേസും ഒപ്പം തന്നെ എ ശ്രീനിവാസൻ വധക്കേസും ഒരുമിച്ച് ഒരു കേസായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും എല്ലാം ചെയ്തത്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട വാദത്തിനിടയിൽ അല്ലെങ്കിൽ കോടതിയിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകേണ്ടി വന്ന ഘട്ടത്തിലെല്ലാം തന്നെ ദേശീയ അന്വേഷണ ഏജൻസി സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഭീകരവാദ ഗ്രൂപ്പുകൾ നിരന്തരം തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും കൊലപാതകങ്ങളും പദ്ധതിയിടുന്നുണ്ട്, ആസൂത്രണം ചെയ്യുന്നുണ്ട്. ദേശീയ സംഘടനകളുടെ നേതാക്കളെയും പ്രവർത്തകരെയുമാണ് ഇത്തരം ലക്ഷ്യം വയ്ക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കൊലപാതകം തന്നെയായിരുന്നു എ ശ്രീനിവാസന്റെ മൃഗീയമായി കൊലപ്പെടുത്തിയ സംഭവം എന്ന് പറയുന്നത്. 2022 ഏപ്രിൽ 16 ശ്രീനിവാസനെ ഈ ഷംനാഥ് അടക്കമുള്ള സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. അതിനു മുമ്പ് നേതാക്കളുടെ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. ശരി ജിജീഷ്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അതേസമയം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് പ്രവചനം. ശ്രീനന്ദ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീനന്ദ, ആകെ കൺഫ്യൂഷനിലായല്ലോ. ഇപ്പോൾ മഴയാണോ വെയിലാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? വേനൽക്കാലമാണ്, തീർച്ചയായും ചൂട് ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള പ്രവചനമുണ്ട്. UV വികിരണ തോതൊക്കെ വലിയ രീതിയിൽ വർദ്ധിച്ചിരുന്നു ചിലയിടങ്ങളിലെങ്കിലും. അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ റെഡ് അലേർട്ട് നമ്മൾ കാണുന്നതാണ്. പക്ഷേ വേനൽ മഴ ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീനന്ദ, എന്തൊക്കെയാണ് പ്രവചനം? അനു, രണ്ടും ചേർന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ സംസ്ഥാനം ഒട്ടാകെ, കേരളം ഒട്ടാകെ അങ്ങനെ ഒരു കാലാവസ്ഥയാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം രാവിലെ വെയിലാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മഴയായിരിക്കും, പെരുമഴയായിരിക്കും, വെറും മഴയായിരിക്കത്തില്ല. അപ്പോൾ ദിവസം തോറും 2 തരത്തിലുള്ള ഒരു കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് നമ്മൾ കേരളത്തിലുള്ളവർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ 12 ജില്ലകളിലാണ് UV റേഡിയേഷൻസ്, അൾട്രാവയൽ റേഡിയേഷൻസ് കൂടുതലാകും എന്നുള്ളൊരു സാധ്യത അല്ലെങ്കിൽ പ്രവചനം നൽകിയിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണി മുതൽ അതിശക്തമായ മഴ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവുക എന്നുള്ളൊരു പ്രവചനമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വെയിൽ സമയമായാലും മഴ സമയമായാലും മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകുന്നത് ഒഴിവാക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. നിരവധി പേരാണ് ഈ ഒരു UV റേഡിയേഷൻസ് കാരണം ദുരിതത്തിലായിരിക്കുന്നത്.
പറഞ്ഞിരിക്കുന്നത്. രാവിലെ 11 മണി വരെ 11 മണി മുതൽ ഒരു ഉച്ച 3 മണി വരെ പുറത്തിറങ്ങരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഇപ്പോഴും രാവിലെ 9 മണിയോട് അടുക്കുന്നതേ ഉള്ളൂ. എന്നാലും ചൂടിന് യാതൊരുവിധ കുറവുമില്ല. അതിശക്തമായ ചൂട് തന്നെയാണ് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്നത്. വെയിലിന് യാതൊരുവിധ ഇതുമില്ല. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഇത് നേരെ മറിച്ചായിരിക്കും. ഇന്നലെ നമ്മൾ കണ്ടതാണ്, രാവിലെ നല്ല ചൂടായിരുന്നു. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണി മുതൽ അതിതീവ്ര മഴയായിരുന്നു. 3 മണിക്കൂർ കർശന അലേർട്ടുകളാണ് ഇന്നലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്നത്. അതുപോലെ തന്നെ 3 മണി മുതൽ 6 മണി വരെയുള്ള സമയങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയാണ് ഇന്നലെ ഉണ്ടായത്. ഇന്നും സമാന കാലാവസ്ഥ തന്നെ തുടരുമെന്നാണ് നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്ന ഒഴിവാക്കണമെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷേ പ്രത്യേകിച്ച് അലേർട്ടുകൾ ഒന്നും തന്നെ ഇതുവരെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടില്ല. ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലായിടത്തും ഇപ്പോൾ ഗ്രീൻ അലേർട്ടാണ്. പക്ഷേ മണിക്കൂറുകൾ കഴിയുന്തോറും ഇത് മാറാനുള്ള ഒരു സാധ്യത നമുക്ക് നോക്കാവുന്നതാണ്. അനു, ശരി ശ്രീനന്ദ. പാലക്കാട് വാളയാറിൽ വീണ്ടും കഞ്ചാവ് വേട്ട. 2 ഒഡീഷ സ്വദേശികളിൽ നിന്ന് 22.5 കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടിയിട്ടുണ്ട്. ഒഡീഷയിലെ കണ്ടമൽ ജില്ലക്കാരായ കേദാർ മാലിക്, ആനന്ദ് മാലിക് എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായിരിക്കുന്നത്. ഒഡീഷയിൽ നിന്ന് എറണാകുളത്തേക്ക് കഞ്ചാവ് കടത്തുന്നതിനിടയിലായിരുന്നു ഇരുവരുടെയും അറസ്റ്റ്. അരുൺ അലത്തൂർ വിവരങ്ങൾ നൽകും. അരുൺ, വിശദാംശങ്ങൾ. വാളയാറിൽ വീണ്ടും വൻ കഞ്ചാവ് വേട്ട നടന്നിരിക്കുകയാണ്. 22.5 കിലോ കഞ്ചാവുമായാണ് എക്സൈസിന്റെ പിടിയിൽ 2 ഒഡീഷ സ്വദേശികൾ കുടുങ്ങിയിരിക്കുന്നത്. ഒഡീഷയിലെ കണ്ടമൽ ജില്ലക്കാരായ കേദാർ മാലിക്, ആനന്ദ് മാലിക് എന്നിവരാണ് പിടിയിലായത്. ഇവർ ഈ ഒഡീഷയിൽ നിന്ന് എറണാകുളത്തേക്ക് കഞ്ചാവ് കടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് എക്സൈസിന്റെ വാഹന പരിശോധന നടന്നത്. ഇങ്ങനെ ഈ യുവാക്കൾ പിടിയിലായിരുന്നു. ഇവർ ഈ കഞ്ചാവിന് ഒരു അട്ടിയായിട്ടുള്ള രീതിയിൽ, അതായത് അതിനെ പാക്കറ്റുകളിലാക്കി, ഓരോ പാക്കറ്റുകളിലാക്കി വട്ടത്തിൽ അതിൽ വീണ്ടും കവർ ചെയ്ത് വളരെ സുരക്ഷിതമായി, കണ്ടാൽ കഞ്ചാവാണെന്ന് തോന്നാത്ത തരത്തിലായിരുന്നു ഇത് കടത്തിയിരുന്നത്. പിന്നീട് അതിൽ സംശയം തോന്നി അതിനെ പുറത്തെടുത്ത് നോക്കിയപ്പോഴാണ് അതിൽ കഞ്ചാവ് കണ്ടത് എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത്. ഏതായാലും ഇരുവരെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ശരി. മറ്റൊന്ന്, കല്ലടിക്കോട്ട് കരിമല മാവ് ചുവട്ടിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോ കാട്ടാന തകർത്തതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ടായിരുന്നു. ഈ ചൂരക്കോട് സ്വദേശി സുരേഷിന്റെ ഓട്ടോയാണ് ആന തകർത്തതെന്ന് മനസ്സിലാക്കുന്നു. ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി. പാലക്കാട് കല്ലടിക്കോടാണ് ഇത്തരത്തിൽ കാട്ടാന ഓട്ടോറിക്ഷ തകർത്തത്. കല്ലടിക്കോട് കരിമല മാവ് ചുവട്ടിലായിരുന്നു നിർത്തിയിട്ടിരുന്ന ഓട്ടോ കാട്ടാന തകർത്തത്. ചൂരക്കോട് സ്വദേശി സുരേഷിന്റെ ഓട്ടോ ആണ് ആന തകർത്തത്. ഇന്നലെ രാത്രിയായിരുന്നു ഇത്തരമൊരു സംഭവം നടന്നത്. കരിമല ഭാഗത്ത് കഴിഞ്ഞ ദിവസം 2 ആനകളുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. പ്രദേശവാസികളാണെങ്കിൽ ഇടയ്ക്കിടെ ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് കല്ലടിക്കോട് കാട്ടാന ഇറങ്ങുന്നു എന്നൊരു പരാതിയും പറയുന്നുണ്ട്. അടുത്തിടെയാണ് ഈ കല്ലടിക്കോടിനൊക്കെ കുറച്ച് മുൻപായിട്ടുള്ള പ്രദേശത്ത് കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെടുന്ന സാഹചര്യം, അതായത് മുണ്ടൂര് യുവാവ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അന്ന് തന്നെ ഈ കല്ലടിക്കോട് മേഖലയിൽ, ജനവാസ മേഖലയിൽ എത്തിയ കാട്ടാനയുടെ ദൃശ്യങ്ങളും മറ്റുമൊക്കെ ആ കല്ലടിക്കോട് പ്രദേശത്തെ ആളുകളും പുറത്തുവിട്ടിരുന്നു. ഏതായാലും ഇപ്പോൾ കാട്ടാന ഓട്ടോറിക്ഷയാണ് തകർത്തിരിക്കുന്നത്. ജനവാസ മേഖലയിൽ സ്ഥിരമായി ഇങ്ങനെ ആനകൾ എത്തുമ്പോൾ അതിനെ കാട് കയറ്റണം എന്നൊരാവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ശരി. CPM-ന്റെ പുതിയ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ ഇന്നറിയാം. നിലവിലെ ജില്ലാ സെക്രട്ടറി MV ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് പുതിയ സെക്രട്ടറി തെരഞ്ഞെടുപ്പ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ രാവിലെ ചേരുന്ന ജില്ലാ നേതൃയോഗം തീരുമാനം അറിയിക്കും. മിഥുൻ പിള്ള വിവരങ്ങൾ നൽകും. മിഥുൻ, വിശദാംശങ്ങൾ. അനു, CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പുതിയ വ്യക്തി വരുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. നമുക്കറിയാം, CPM-ന്റെ ഇപ്പോൾ നിലവിലത്തെ ജില്ലാ സെക്രട്ടറി MV ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പാർട്ടി തെരഞ്ഞെടുത്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന ചുമതല ഒഴിയേണ്ടതാണ്. പകരം ആര് വരുമെന്ന കാര്യത്തിലാണ് ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നത്. കാരണം CPM-ന്റെ നേതാക്കന്മാരായ KK രാഗേഷ്, അതുപോലെ തന്നെ പ്രകാശൻ മാസ്റ്റർ, അതുപോലെ തന്നെ TV രാജേഷ് എന്നീ പേരുകളാണ് സജീവമായി ഈ ഒരു ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. അതിൽ തന്നെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയായ അടക്കം പ്രവർത്തിച്ച് പരിചയമുള്ള KK രാഗേഷിനാണ് പ്രധാന പരിഗണന എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്.
അതായത് മുതിർന്ന അംഗത്തെ പരിഗണിക്കാനുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുകയാണെങ്കിൽ എം പ്രകാശൻ എന്ന വ്യക്തിയിലേക്ക്, എം പ്രകാശൻ എന്ന പാർട്ടിയുടെ മുതിർന്ന നേതാവിലേക്ക് അതെത്തും. അതേസമയം ഈ എം വി ജയരാജൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ താൽക്കാലിക ചുമതല നൽകിയത് ടി വി രാജേഷ് ആയിരുന്നു. അത്തരത്തിൽ പരിഗണിക്കുകയാണെങ്കിൽ ടി വി രാജേഷിന്റെ പേരും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഈ 3 പേരുകൾ, അതായത് എം പ്രകാശൻ, കെ രാഗേഷ്, അതുപോലെ തന്നെ ടി വി രാജേഷ്, ഈ 3 പേരുകളാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് സജീവമായി ഉയർന്നു കേൾക്കുന്നത്. ഏതായാലും 10 മണിയോടുകൂടിയാണ് ജില്ലാ കമ്മിറ്റി യോഗം ആരംഭിക്കുക. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മുഖ്യമന്ത്രി, അതുപോലെ തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുടങ്ങിയ മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കും. 10 മണിക്ക് യോഗം ആരംഭിക്കും. ഉച്ചയോടുകൂടി തന്നെ പുതിയ ജില്ലാ സെക്രട്ടറി ആണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും. ശരി മിഥുൻ. പുത്തൻപിള്ളയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം. നന്ദി, നമസ്തേ. Mm-hmm.